ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭാഗവത സപ്താഹമാണിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ 5-ാമത്തെ സ്കന്ധത്തിലെ അവസാന ഭാഗത്തെ ചില കഥകളാണിനി പറയാൻ ഉദ്ദേശിക്കുന്നത്. 5-ാമത്തെ സ്കന്ധത്തിൽ നേരത്തെ പറഞ്ഞു ഭഗവാന്റെ സ്ഥൂലമായ രൂപത്തെ പറ്റിയാണ് വർണ്ണിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ സ്ഥൂലമായ ആ രൂപത്തിൽ മനസ്സ് ഉറച്ചതിന് ശേഷം വേണം പിന്നീട് സാവധാനത്തിൽ സൂക്ഷ്മമായിരിക്കുന്ന രൂപങ്ങളിലേക്ക് നാം സഞ്ചരിക്കാൻ എന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പം അങ്ങനെ സ്ഥൂലത്തിൽ നിന്ന് സാവധാനത്തിൽ സൂക്ഷ്മത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ശരിയായ അറിവുണ്ടാകുന്നത് എന്ന് പറയും. ഇവിടെ നമ്മളിപ്പോൾ ഒരു ശ്ലോകം ചൊല്ലി, ആ ശ്ലോകം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയാണ്. സ്വസ്ത്യസ്തു വിശ്വസ്യ ഖല പ്രസീദത ധ്യായന്തു ഭൂതാനി ശിവം വിധോ ധിയ മനശ്ച ഭദ്രം ഭജതാനധോക്ഷജേ ആവേശ്യതാന്നോ മതിരപ്യഹൈതുകി എന്നുള്ളതൊരു പ്രാർത്ഥനയാണ്. ഇങ്ങനെ കുറേ പ്രാർത്ഥനകൾ നമുക്ക് ഈ ഭാഗവതത്തിൽ കാണാം. അത് 18-ാമത്തെ അധ്യായത്തിലാണ് ആ പ്രാർത്ഥനയുള്ളത്. നമ്മൾ നേരത്തെ 5-ാമത്തെ സ്കന്ധം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 5-ാമത്തെ സ്കന്ധത്തിലെ 18-ാമത്തെ അധ്യായം നോക്കിയാൽ അവിടെ ഈ ശ്ലോകം കാണാം. അവിടെ 9-ാമത്തെ സംഖ്യയായിട്ടാണ് ഈ ശ്ലോകം അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ആ സംഖ്യ നോക്കിയാൽ കാണാം 1, 2, 3 എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൽ 9 എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആകെ 3 സംഖ്യ ഓർത്താൽ മതി. എന്താണ്? പഞ്ചമസ്കന്ധം 5, 18-ാം അധ്യായം 18, പിന്നെ 9. അപ്പോൾ 5, 18, 9 എന്ന് പറഞ്ഞാൽ ആ ശ്ലോകമായി. വളരെ എളുപ്പത്തിൽ. അപ്പോൾ എന്താ അതിൽ എഴുതിയത്? സ്വസ്ത്യസ്തു വിശ്വസ്യ ഖല പ്രസീദത ധ്യായന്തു ഭൂതാനി ശിവം മിഥോ ധിയ മനശ്ച ഭദ്രം ഭജതാൻ അധോക്ഷജേ ആവേശ്യതാംനോ മതിരപ്യഹൈതുകി. നല്ലൊരു പ്രാർത്ഥനയാണ്. ആർക്കും പ്രാർത്ഥിക്കാവുന്ന ഒരു നല്ല പ്രാർത്ഥനയാണ്. എപ്പോഴും നമ്മുടെ ജീവിതം ഒരു പ്രാർത്ഥനാ നിർഭരമാവണം എന്നാണ് ഭാഗവതമൊക്കെ പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? സ്വസ്ത്യസ്തു വിശ്വസ്യ. സ്വസ്തി അസ്തു വിശ്വസ്യ. വിശ്വസ്യ പറഞ്ഞാൽ വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം. ലോകം എന്ന് പറഞ്ഞാൽ പോരാ, അത് കുറച്ചും കൂടിയാണ് വലുതാക്കിയാൽ പ്രപഞ്ചം എന്നർത്ഥം വരും. പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും സ്വസ്തി ഉണ്ടാവട്ടെ. ഇത് നല്ലൊരു പ്രാർത്ഥനയാണല്ലേ. പ്രപഞ്ചത്തിൽ ആരെല്ലാം ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആരൊക്കെയോ ഉണ്ട് പ്രപഞ്ചത്തിൽ, എത്രയോ ജീവജാലങ്ങളുണ്ട്. അപ്പോൾ ആ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും എല്ലായ്പ്പോഴും സ്വസ്തി ഭവിക്കട്ടെ എന്നാണ് ആ പ്രാർത്ഥന. നല്ല പ്രാർത്ഥനയല്ല എന്ന് ആരെങ്കിലും പറയും. സാമാന്യബോധമുള്ള ആരും പറയില്ല ഈ പ്രാർത്ഥന നന്നല്ല അല്ലേ. ഈ പ്രപഞ്ചത്തിലെല്ലാ ജീവജാലങ്ങൾക്കും സ്വസ്തി ഉണ്ടാവട്ടെ. പിന്നെന്താ പ്രാർത്ഥിക്കുന്നത്? ഖലഹ പ്രസീദത. ഖലഹ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ മലയാളത്തിൽ പറയാം? ചീത്തപ്രവൃത്തി ചെയ്യുന്നവരെയാണ് സംസ്കൃതത്തിൽ ഖലഹ എന്ന് പറയും. ചില മനുഷ്യർ, ചില അസുരന്മാർ, ചില ദേവന്മാരൊക്കെ ചില ചീത്തപ്രവൃത്തികൾ ചെയ്യും അല്ലേ. അപ്പം അങ്ങനെ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് എന്ത് പറയുക? ഖലഹ എന്ന് പറയും. എന്താ ഇപ്പം ദുഷ്ടൻ എന്നൊക്കെ പറയാറില്ലേ? ദുഷ്ടൻ എന്നൊക്കെ പറയും ചില ആൾക്കാരല്ലേ. അപ്പം അതാണ് ഖലഹ പറഞ്ഞാൽ ദുഷ്ടന്മാർ. അപ്പോൾ സ്വസ്ത്യസ്തു വിശ്വസ്യ ഖലഹ പ്രസീദത. പ്രസാദിക്കണം. അതായത് ദുഷ്ടനായിരിക്കുന്ന ഒരാളുടെ മനസ്സ് എന്തായിട്ട് മാറണം? നല്ല മനസ്സായിട്ട് മാറണം. അദ്ദേഹത്തിൻ്റെ മനസ്സ് മോശമായതുകൊണ്ടാണല്ലോ അദ്ദേഹം മോശമായ പ്രവൃത്തി ചെയ്യുന്നത്. അങ്ങനെയാണോ? ആലോചിച്ചിട്ടില്ല. എന്നങ്ങനെ ആലോചിച്ചോളൂ. ഒരു മനുഷ്യൻ മോശമായ പ്രവൃത്തി ചെയ്യാൻ എന്താ കാരണം? ആ മനുഷ്യൻ്റെ മനസ്സിലെ എന്തോ ഒരു തകരാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് നന്നായാൽ മതി. അതിൻ്റെ മനസ്സ് നന്നായാൽ പിന്നെ അദ്ദേഹത്തിൽ നിന്ന് വരുന്ന എല്ലാ പ്രവൃത്തികളും നല്ല പ്രവൃത്തികളാവും. അപ്പോൾ ദുഷ്ടന്മാരുടെ മനസ്സൊക്കെ എന്തായി തീരണം? പ്രസന്നമായി തീരണം. നല്ല പ്രാർത്ഥനയല്ലേ. ലോകത്തിലുള്ള എല്ലാ ദുഷ്ടന്മാരുടെയും മനസ്സ് നല്ല പ്രസന്നമായ മനസ്സായിട്ട് മാറണം. അവർക്ക് ആ പ്രസന്നമായ മനസ്സ് കിട്ടുമ്പോൾ അവർ പിന്നെ സത്പ്രവൃത്തികളെ ചെയ്യുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അവരുടെ കുറ്റം കൊണ്ടല്ല, അവർ ചെയ്യുന്നത്. അവരുടെ മനസ്സിൻ്റെ ഘടന അങ്ങനെയായിപ്പോയി. അപ്പോൾ ഈ മനസ്സിൻ്റെ ഘടന എന്താ അങ്ങനെ ആവാൻ കാരണം? ഇപ്പോൾ കൊലപാതകം ചെയ്യുന്നവർ, ബോംബ് ഇടുന്നവർ,
അല്ലേ? അങ്ങനെ പല പല മോശമായ പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ മാനസിക ഘടന അങ്ങനെയാണ്. ഇപ്പം മനുഷ്യ ശരീരത്തിൽ പലതരത്തിലുള്ള പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കള്ളൻ ആയ ഒരാൾക്ക് മോഷ്ടിക്കാനുള്ളൊരു വാസന അയാളുടെ ആ മനസ്സിലുണ്ടാകും. ആ വാസന മനസ്സിനെടുത്ത് കളഞ്ഞാൽ പിന്നെയൊക്കെ മോഷ്ടിക്കാൻ തോന്നില്ല. കൊലപാതകം ചെയ്യുന്ന ആളും അങ്ങനെ തന്നെയാണ്. കൊലപാതകം ചെയ്യുന്ന ഒരാൾക്ക് കൊലപാതകം ചെയ്യാനുള്ള ഒരു വാസന അയാളുടെ ഉള്ളിലുണ്ടാകണം. ആ സാധനം എടുത്തു കളഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്യില്ല, അയാളങ്ങനെ ചെയ്യില്ല. ഇങ്ങനെ ഓരോ അധർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ മനസ്സിൻ്റെ ഘടനയിലുണ്ടാകുന്ന ചില പ്രത്യേകതകളെ കൊണ്ടാണ് അവരത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മനസ്സെന്തായാൽ മതി, നല്ല മനസ്സായാൽ മതി. അതിന് കുറേ മാർഗങ്ങൾ വേദങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ മാർഗങ്ങളൊക്കെ അവലംബിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു നമ്മളിങ്ങനെ മുദ്ര കുത്തും അല്ലേ, അവൻ ദുഷ്ടനാണ്, അവൻ മോശക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആൾക്കാരെ മുദ്ര കുത്താറല്ലേ? അങ്ങനെ മുദ്ര കുത്തണോ ശരിക്കും? നിങ്ങൾക്ക് എന്താ അഭിപ്രായമൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു മുദ്ര കുത്തേണ്ട ആവശ്യമില്ല എന്നാണ്. കാരണം അങ്ങനെ അല്ല. അതവരുടെ മനസ്സ് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ വിശാലമായ സമൂഹത്തിന് അത്തരത്തിലുള്ള മനുഷ്യരുടെ മനസ്സിനെ മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ പരാജയം സംഭവിച്ചു എന്നേ അർത്ഥമുള്ളൂ. ഒരു ദേശത്തിൽ കുറേ അധർമ്മികളുണ്ടെങ്കിൽ ആ ദേശത്ത് താമസിക്കുന്നവർക്ക് ആ അധർമ്മികളുടെ മനസ്സ് നന്നാക്കിയെടുക്കുന്ന ഒരു കാര്യത്തിൽ അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല എന്നേ അർത്ഥമുള്ളൂ. അതിനെന്താ കാരണം എന്നറിയോ? ഏത് മനുഷ്യനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നാക്കിയെടുക്കാൻ പറ്റും. ധാരാളം സാധ്യതകളുണ്ട് എന്നാണ് വേദങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെയാണല്ലോ നമുക്കറിയാം. രത്നാകരൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹമാണത്രേ പിന്നീട് വാൽമീകിയായത് എന്നൊരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട് അല്ലേ, കേട്ടിട്ടുണ്ട്. അപ്പോൾ രത്നാകരൻ എന്നുള്ള ഒരാൾ എന്തെങ്കിലും മോശമായ ജീവിതം നയിക്കുന്ന ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വാൽമീകിയായിട്ട് മാറാനും കഴിഞ്ഞു അല്ലേ? അങ്ങനെ ഒരുപാട് കഥകൾ നമുക്ക് പുരാണങ്ങളിലൊക്കെ കാണാം. അപ്പോൾ നമുക്കും അതേ ഈ സമൂഹത്തിലുള്ള മോശമായ കാര്യങ്ങൾ ചെയ്യുന്നവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവരൊക്കെ നല്ല മനുഷ്യരാക്കി മാറ്റാൻ കഴിയും എന്ന് തന്നെയാണ് വേദങ്ങളും ഭാഗവതമൊക്കെ പറയുന്നത്. പക്ഷേ സമൂഹം അതിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണ്. ഏത് ചീത്ത കുട്ടിയായി ലോകത്തിലുള്ളത്? ഇല്ല. അങ്ങനെ ഒരു കുട്ടി ഇല്ല ലോകത്തിലുള്ള എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണ്. പക്ഷെ അവരെ നമ്മൾ ആ കുട്ടിക്കാലത്ത് വളർത്തിക്കൊണ്ട് വരുന്ന രീതിയിൽ വരുന്ന വ്യത്യാസങ്ങളെ കൊണ്ടാണ് അവർക്ക് പിന്നീട് ഒരു വലുതാകുന്ന സമയത്ത് മോശമായ പലതും ചെയ്യാൻ തോന്നുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന വളരെ നല്ല പ്രാർത്ഥനയാണ്. ഖലഹ പ്രസീദത. പിന്നെന്താ പറയണം നോക്കൂ, ധ്യായന്തു ഭൂതാനി ശിവം മിഥോധിയ. അതൊരു ഗംഭീരമായ ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിനുള്ള പ്രാർത്ഥനയാണ്. സോഷ്യൽ എൻജിനീയറിംഗ് എന്നൊക്കെ ഒരു വാക്ക് ഉണ്ട് തോന്നുന്നില്ല, ഇംഗ്ലീഷിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് സമൂഹത്തിൽ മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, ഒരു എൻജിനീയറിംഗ് നടത്തിയിട്ട് സമൂഹത്തിനെ മൊത്തത്തിൽ നമുക്ക് നന്നാക്കാൻ കഴിയും. അതിനെന്ത് ചെയ്താൽ മതി? ധ്യായന്തോ, ധ്യാനിക്കട്ടെ. ഭൂതാനി, ഭൂതാനി പറഞ്ഞാൽ എന്താ അർത്ഥം അറിയില്ല. ഭൂതാനി പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും അർത്ഥം. എല്ലാ ജീവജാലങ്ങളും ശിവം മിഥോധിയ. മിഥ പറഞ്ഞാൽ അന്യോന്യം എന്നർത്ഥം. എല്ലാ ജീവജാലങ്ങളും അന്യോന്യം ശിവം ധ്യായന്തോ, നല്ലത് മാത്രം ധ്യാനിക്കട്ടെ. അത് വളരെ വ്യാപകമായ അർത്ഥമുള്ള ഒരു ചിന്തയാണ്. എല്ലാ ജീവജാലങ്ങളും പരസ്പരം ഏറ്റവും നല്ല നല്ല കാര്യങ്ങൾ മാത്രം ധ്യാനിക്കട്ടെ അല്ലേ? അർത്ഥം മനസ്സിലായോ? അപ്പം നമ്മളാദ്യം അങ്ങനെ ആവാം. ആദ്യം നമ്മളങ്ങനെ ആയി തീരാം, മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കുക. നമ്മളെപ്പോഴും എന്ത് ചിന്തിച്ചാൽ മതി? ശിവമായത് ചിന്തിക്കുക. ശിവം എന്ന് പറഞ്ഞാൽ എന്താ? നല്ലത്. ചിന്തിക്കുമ്പോൾ നല്ലതല്ലാതെ ചിന്തിക്കരുത്, പറയുമ്പോൾ നല്ലതല്ലാതെ പറയരുത്. പിന്നെന്താ മൂന്നാമത്തത്? പ്രവർത്തിക്കലാണ്. പ്രവർത്തിക്കുമ്പോൾ നല്ലത് മാത്രം പ്രവർത്തിക്കുക. അപ്പം നമ്മൾ ആ കാര്യത്തിലൊരു നിഷ്ഠയുള്ളവരായി തീരാം. പിന്നെ ഇത് മൂന്നും കൂടി ഒന്നാക്കാൻ വലിയ പാടാണ്. പാട് എന്ന് പറഞ്ഞാൽ എന്താ? പാട് പറഞ്ഞാൽ കഷ്ടപ്പാടിൻ്റെ ഒരു വാക്കാണ്. ഇത് മൂന്നും കൂടി നേരെയായാലോ? നല്ല വാക്ക്, നല്ല മനസ്സ്, നല്ല ചിന്ത. അപ്പോൾ അദ്ദേഹം ഉത്തമനായ ഒരു മനുഷ്യനോ. പക്ഷേ സാധാരണ മനുഷ്യർക്ക് ഇത് മൂന്ന് ഭാഗത്തായി. മനസ്സിലൊന്ന് വിചാരിക്കും, വാക്കുകൊണ്ട് വേറെ എന്ന് പറയും, പ്രവൃത്തി ഇതൊന്നും ആയിരിക്കില്ല. അങ്ങനെയുള്ളവരാണ് ലോകത്തിൽ കൂടുതൽ. മഹാത്മാക്കൾ അങ്ങനെയല്ല. മഹാത്മാക്കൾക്ക് മഹതാം ഏകരൂപത. മഹാത്മാക്കൾക്ക് ഏകരൂപതയുണ്ടാവും എന്നാണ് പറയുന്നത്. അവരുടെ മനസ്സും അവരുടെ വാക്കും അവരുടെ പ്രവൃത്തിയും
മൂന്നും ഒരുപോലെയായിരിക്കും. ഒരുപോലെയായാൽ മാത്രം പോരാ കേട്ടോ, ഒരുപോലെ ആവും വേണം. അത് ഏറ്റവും ഉത്തമമായ ഇത് ആവുകയും വേണം. ഒരുപോലെ ആയിട്ട് കാര്യമില്ല. എന്താ ഒരുപോലെ ആയിട്ട് കാര്യമില്ല? ഇപ്പോൾ ഒരാൾ കള്ളൻ മനസ്സുകൊണ്ട് കക്കാൻ വിചാരിച്ചു, അയാൾ കട്ടു, ശരീരം കൊണ്ട് കട്ടു, മനസ്സുകൊണ്ട് വിചാരിച്ചതും കക്കണം തന്നെയാണ്. അയാൾ എപ്പോഴും എല്ലാവരോടും പറഞ്ഞു നടക്കുക, കക്കുന്നത് വളരെ നല്ലതാണ്, നിങ്ങൾ കള്ളനാവാത്തത് കൊണ്ടാണ് എന്നൊക്കെ അയാൾ പറഞ്ഞു നടക്കുമ്പോൾ അയാളുടെ വാക്കും മനസ്സും ഒക്കെ ഒരുപോലെയാണ്. പക്ഷേ അയാൾ നല്ലയാളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയാൾ സമൂഹത്തിന് വലിയ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഒരുപോലെ ആയതുകൊണ്ട് കാര്യമില്ല, അതെന്താവണം? നല്ലതാവും കൂടി വേണം അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു പ്രാർത്ഥന, ധ്യായന്തു ഭൂതാനി ശിവം വിധു. അതാണ് ശിവം എന്ന വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം. എല്ലാവരും പരസ്പരം ചിന്തിക്കുന്നതൊക്കെ ശിവമായ കാര്യങ്ങളാവട്ടെ. ഇതിലേതാ ആദ്യം സംഭവിക്കുക? മനസ്സാ വാച കർമ്മണ എന്നാണ് സംസ്കൃതത്തിൽ പറയാം. മനസ്സാണോ വാക്കാണോ കർമ്മമാണോ ആദ്യം സംഭവിക്കുക? അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല അല്ലേ? വാക്കാണ്. വാക്കാ ആദ്യം സംഭവിക്കുക? മനസ്സല്ലേ? എനിക്ക് തോന്നുന്നു മനസ്സാണ്. ഞാനും അത്രയൊന്നും ചിന്തിച്ചിട്ടില്ല, മനസ്സാണെന്ന് എനിക്ക് തോന്നുന്നത്. മനസ്സിൽ ആദ്യമായിട്ട് എന്തോ ഒരു സങ്കല്പം വരും. ആ മനസ്സിൽ വരുന്ന ഒരു സങ്കല്പമാണ് പിന്നീട് നമ്മുടെ നാവിൽ കൂടെ ഒരു വാക്കായിട്ട് പുറത്തേക്ക് വരുന്നത്. പിന്നീടാണല്ലോ അതിൻ്റെ പ്രവൃത്തി ഉണ്ടാവുക. അങ്ങനെയല്ലേ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദ്യം മനസ്സ്, ആ മനസ്സിൽ നിന്ന് പിന്നീട് വാക്കിലേക്ക് വരുന്നു, പിന്നീട് കർമ്മത്തിലേക്ക് വരുന്നു. അപ്പോൾ കർമ്മം നന്നാവണമെങ്കിൽ എന്ത് നന്നാവണം? മനസ്സ് നന്നാവണം അല്ലേ? വാക്ക് നന്നാവണമെങ്കിലും മനസ്സ് നന്നാവണം. അപ്പോൾ മനസ്സ് നന്നാവാൻ എന്താ ചെയ്യുക? എന്ത് ചെയ്യും? മനസ്സിനെ നേരെയാക്കാൻ. മനസ്സിപ്പോൾ നേരെയല്ല. ആ നേരെയല്ലാത്ത മനസ്സിനെ നേരെയാക്കാൻ എന്ത് ചെയ്യും? ആവേശ്യതന്നോ മതിരപ്യഹൈതുകി. ആ ശ്ലോകം ഒന്ന് വായിച്ചു നോക്കൂ. സ്വസ്ത്യസ്തു വിശ്വസ്യ ഖല പ്രസീദത ധ്യായന്തു ഭൂതാനി ശിവം മിഥോ ധിയ മനശ്ച ഭദ്രം ഭജതാൽ അധോക്ഷജേ ആവേശ്യത നോ മതിരപ്യഹൈതുകി. അതിൻ്റെ ഉത്തര ശ്ലോകത്തിലുണ്ട്. മനശ്ച, അത് രണ്ട് പദങ്ങളാണ്. മന കൂട്ടണം ച, രണ്ടും കൂടി ചേർന്നാൽ മനശ്ച. ഭദ്രം ഭജതാത്, ഭദ്രമായത് മാത്രമേ മനസ്സുകൊണ്ട് ഭജിക്കാവൂ. ഭദ്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മലയാളത്തിൽ നല്ലതെന്ന് പറയാറ്. അത് തന്നെയാണ് സംസ്കൃതത്തിലെ ഭദ്രം. ഇതൊക്കെ വേദമന്ത്രങ്ങളാണ്. ഇതിന് സമാനമായ വേദമന്ത്രങ്ങൾ നമുക്ക് സാമവേദത്തിലും അതുപോലെ ഋഗ്വേദത്തിലും യജുർവേദത്തിലൊക്കെ കാണാം. ഭദ്രമായത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? കണ്ണുകൊണ്ട് കാണാൻ പാടുള്ളൂ. ഭദ്രമായത് മാത്രമേ ചെവി കൊണ്ട് കേൾക്കാൻ പാടുള്ളൂ. ഭദ്രമായത് മാത്രമേ നാവ് കൊണ്ട് കഴിക്കാൻ പാടുള്ളൂ. എല്ലാം ഭദ്രമായി. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അകത്തേക്കാക്കുന്നതൊക്കെ എന്താവണമെന്നാണ് വേദം പറയുക? എല്ലാം ഭദ്രമായിരിക്കണം. ഭദ്രം എന്ന് പറഞ്ഞാൽ എന്താ? നല്ലതായിരിക്കണം അല്ലേ? ഭദ്രം പശ്യേമ അക്ഷഭിഹി എന്നൊക്കെ ഉണ്ട്, വേദമന്ത്രമാണ്. ഭദ്രം പശ്യേമ, കണ്ണുകളെ കൊണ്ട് നല്ലത് മാത്രമേ കാണാവൂ. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൂടെ നമ്മൾ എടുക്കുന്നതൊക്കെ നല്ലതായാൽ മനസ്സും എന്താവും? നന്നാവും. അപ്പം മനസ്സ് നന്നാവാൻ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, ചെവി. ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ നമ്മൾ സ്വീകരിക്കുന്നത് എപ്പോഴും ജാഗ്രതയോടെ നോക്കിയിരിക്കണം. നല്ലതാണെങ്കിൽ മാത്രം സ്വീകരിക്കുക, നല്ലതല്ലെങ്കിലോ അത് സ്വീകരിക്കേണ്ട. അതാണ് അതിൻ്റെ അർത്ഥം. ആവേശ്യതാന്നോ മതിരപ്യഹൈതുകി. പിന്നെ നമ്മളുടെ മനസ്സ് എപ്പോഴും ആവേശിക്കണം. ഇവിടേക്ക് അധോക്ഷജേ. അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നൊരു പദമാണ് അധോക്ഷജഃ. അധോക്ഷജഃ പറഞ്ഞാൽ ഭഗവാൻ എന്നാണ് അർത്ഥം. അത് ശരിയായ വാക്കിൻ്റെ അർത്ഥം എന്താ? ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാന് അധോക്ഷജൻ എന്ന് പേരുണ്ടായി. അപ്പോൾ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഇന്ദ്രിയങ്ങളൊക്കെ ഭദ്രമായിട്ട് ചിന്തിക്കണം, പ്രവർത്തിക്കണം എന്ന് പറയും അല്ലേ? അപ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ നല്ലതുപോലെ ഭജിക്കുക. അങ്ങനെ ഭജിച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ നേരായ വഴിക്ക് മാത്രമേ സഞ്ചരിക്കൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്രമം. ഒരാൾ ഭഗവാനെ നല്ല പോലെ ഭജിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ അദ്ദേഹത്തെ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് ശുദ്ധമായിത്തീരുന്നു. ആ മനസ്സ് ശുദ്ധമാകുമ്പോൾ അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം നല്ലതായിത്തീരും. ആ നല്ല മനുഷ്യനെ കൊണ്ട് സമൂഹത്തിന് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ ശ്ലോകം ഒന്നുകൂടി വായിച്ചു, അർത്ഥം മനസ്സിലായോ? ഇങ്ങനെ മനസ്സിലാവുന്നത് വരെ നമ്മളൊരു ശ്ലോകം പലതവണ വായിച്ച്
അതിലെ പദങ്ങളും ഒക്കെ നോക്കിയിരിക്കണം. കുറേ സമയമെടുക്കും. സാധാരണ സംസ്കൃതത്തിലെ ഒരു ശ്ലോകം പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള ഒരാൾക്ക് ഒരു 3 മണിക്കൂർ സമയമൊക്കെ എടുക്കും. ഒരു 3 മണിക്കൂർ സമയം വേണം ഒരു ശ്ലോകം പഠിക്കാൻ, എത്ര ബുദ്ധിയുണ്ടെങ്കിൽ. അപാര ബുദ്ധിയുള്ളവരുടെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. അപാര ബുദ്ധിയുള്ള ഒരാൾക്ക് പോലും ഭാഗവതത്തിലെ ഒരു ശ്ലോകം വായിച്ച് സാമാന്യമായിട്ട് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാവണമെങ്കിൽ ഒരു 3 മണിക്കൂർ സമയം വേണം. അപ്പോൾ എത്ര നേരം വേണമല്ലേ? അപ്പോൾ തിരുമേനി ബുദ്ധി കുറഞ്ഞവർക്കോ അത് കുറേ സമയമെടുക്കും, ഒരുപാട് സമയമെടുക്കും. കാരണം അത്ര ഗംഭീരമാണ് ഭാഗവതത്തിലെ ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥതലങ്ങളും അർത്ഥവ്യാപ്തികളും അത്ര ഗംഭീരമാണ്. ഉദാഹരണം പറഞ്ഞാൽ വേദത്തെ പറ്റി പറയാറുണ്ട്. വേദങ്ങളെപ്പറ്റി നമ്മുടെ നാട്ടിൽ 2 തരത്തിലുള്ള ചിന്തകളുണ്ടായിരുന്നു. ഒന്ന്, വേദത്തിന് അർത്ഥമില്ല എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. വേദത്തിൻ്റെ അർത്ഥമൊന്നും പറയേണ്ട ആവശ്യമില്ല, വേദം ചൊല്ലിയാൽ മതി, ഉച്ചാരണ ശുദ്ധി ഉണ്ടായാലും മതി, അങ്ങനൊരു ചിന്തയുണ്ടായിരുന്നു. അതേപോലെ മറ്റൊരു ചിന്തയുണ്ടായിരുന്നു, അത് പോരാ, വേദമന്ത്രങ്ങൾ വെറുതെ അങ്ങനെ ചൊല്ലിയിട്ട് കാര്യമില്ല, എന്താണ് ആ ചൊല്ലുന്നതിൻ്റെ അർത്ഥമെന്ന് അറിയണം. അങ്ങനെ 2 തരത്തിലുള്ള ചിന്തകളും ഭാരതത്തിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ ഈ വേദം ചൊല്ലിയാൽ പോരാ, ആ ചൊല്ലുന്ന മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുകൂടി അറിയണം. ആ വിഭാഗത്തിലാണ് ഞാനൊക്കെ നിൽക്കുന്നത്. പക്ഷേ എന്താ അവിടെ ഒരു പ്രശ്നം എന്നറിയോ? അപ്പം നമ്മൾ വേദത്തിലൊരു മന്ത്രം ചൊല്ലി. അപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ വളരെ കുട്ടിയാവുന്ന പ്രായത്തിൽ ഗുരുക്കന്മാർ എന്നോട് പറഞ്ഞു, നീ കുളിക്കുമ്പോൾ ഒരു മന്ത്രം ചൊല്ലണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ദിവസേന കുളിക്കുമ്പോൾ ഇന്നും അതെന്ത് രാവിലെ ഞാൻ കുളിച്ചു. എത്രയോ കാലങ്ങളായി ഞാൻ ഈ മന്ത്രം ചൊല്ലിയിട്ടാണ് കുളിക്കുന്നത്. പക്ഷെ എന്താണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് എനിക്ക് ഇന്നും അറിയില്ല. അന്തേ തിരുമേനി പഠിക്കാനോ എന്താണ് ചോദിച്ചപ്പോൾ ഞാനത് പഠിച്ചില്ല. എനിക്കിപ്പോൾ ആരോടെങ്കിലുമൊക്കെ ഗുരുക്കന്മാരോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. പക്ഷേ ഞാൻ ആ മന്ത്രത്തിൻ്റെ അർത്ഥം പഠിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല. ഞാൻ ഇന്ന് രാവിലെ ആ മന്ത്രം ചൊല്ലി, എത്രയോ കാലങ്ങളായി കുളിക്കുമ്പോഴോ ഒക്കെ ഈ മന്ത്രം ചൊല്ലിയിട്ടാണ് ഞാൻ കുളിക്കുന്നത്. അപ്പോൾ തിരുമേനിക്ക് സംസ്കൃതമൊക്കെ അറിയില്ലേ? സംസ്കൃതം ഞാൻ കുറേശ്ശൊക്കെ വായിക്കും, അത്രയേ കുറച്ചൊക്കെ അറിയാം. അത് വലിയൊരു സമുദ്രമാണ്, ജീവിതകാലം മുഴുവൻ പഠിച്ചാലും തീരില്ലല്ലോ സംസ്കൃതം. അപ്പോൾ അത് കുറേശ്ശെ ഞാൻ പഠിച്ചിട്ടുണ്ട്, അത് വളരെ കുറച്ചേ പഠിച്ചിട്ടുണ്ട്. അത് പഠിക്കാത്തത് എത്രയാണുള്ളതല്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ ദിവസേന ചൊല്ലുന്ന, ഞാൻ കുളിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ കൈമലർത്തും, എനിക്കറിയില്ല. കാരണം ഞങ്ങളൊന്നും ഇത് മന്ത്രം ചൊല്ലുമ്പോൾ ഈ ഗുരുനാഥന്മാർ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരാറില്ല, ഞങ്ങളോട് ചോദിക്കാറില്ല. നീ ഇതങ്ങോട്ട് കുളിക്കുമ്പോൾ ചൊല്ല. ഓ അങ്ങനെയാവട്ടെ, അങ്ങനെയായിരുന്നു ഒരു രീതി. അപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞു. അപ്പം ഇങ്ങനെയാണ് വേദമന്ത്രങ്ങളുടെ ഒക്കെ ഒരവസ്ഥ. അപ്പോൾ ഒരു പൂജ കഴിക്കുമ്പോൾ ഈ പൂജ കഴിക്കുന്നവരൊരു മന്ത്രം ചൊല്ലും. പക്ഷെ എന്താണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ അയാൾക്ക് 90 വയസ്സുണ്ടെങ്കിലും ശരി, അയാൾക്കൊരു 90 വയസ്സൊക്കെ ഉണ്ടാവും, എത്രയോ പൂജ കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്താണതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒന്ന് പരുങ്ങും. അതെന്താ കാരണം? വേദമന്ത്രങ്ങളുടെ അർത്ഥം ഞാൻ പറഞ്ഞില്ലേ, 2 തരത്തിലുള്ള ചിന്തയുണ്ടായിരുന്നു. അർത്ഥമൊന്നും പഠിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെയല്ല, അതിൻ്റെ അർത്ഥം അറിയണം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടായിരുന്നു. അർത്ഥം അറിയണം എന്ന് ചിന്തിച്ച ഒരു മഹാത്മാവ് കോഴിക്കോട്ട് താമസിച്ചു. കോഴിക്കോട്ട് ആ ഭാഗത്ത് അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ പേര് VK നാരായണ ഭട്ടതിരി എന്നായിരുന്നു. ഒന്ന് എഴുതി വെച്ചോളൂ അദ്ദേഹത്തിൻ്റെ പേര്. കാരണം ഭാഗവത ഈ വേദമൊക്കെ നന്നായിട്ട് അറിഞ്ഞിരുന്ന ഒരാളുടെ പേരെങ്കിലും നമുക്ക് അറിയണ്ടേ അല്ലേ? അദ്ദേഹത്തിൻ്റെ പേര് VK നാരായണ ഭട്ടതിരി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ വേദങ്ങളിലെ സാരം എന്താണ്, വേദങ്ങളുടെ അർത്ഥം എന്താണ് എന്നൊക്കെ അദ്ദേഹം, ആ മഹാത്മാവ് ജീവിതകാലം മുഴുവനും ലോകത്തിൽ പ്രചരിപ്പിക്കുകയും അർത്ഥം എന്താണ്, നാം ചൊല്ലുന്ന വേദത്തിന് അർത്ഥം ഉണ്ടാവൽ, ആ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു മഹാത്മാവായിരുന്നു VK നാരായണ ഭട്ടതിരി. അദ്ദേഹത്തിൻ്റെ മകനെ പലതവണ കാണാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ താമസിച്ചിരുന്നത് കോഴിക്കോട് ജില്ലയിൽ പന്നിയങ്കര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ പന്നിയങ്കരയിലൊരു ദുർഗാക്ഷേത്രമുണ്ട്. ആ ദുർഗാക്ഷേത്രത്തിൻ്റെ സമീപത്താണ് ഈ മകൻ താമസിച്ചത്. മകനും ഇപ്പം ജീവിച്ചിരിക്കില്ല. ഞാൻ അദ്ദേഹത്തെ പലതവണ കണ്ടിട്ടുണ്ട്. അച്ഛനെ കണ്ടിട്ടില്ല, മകനെ കണ്ടിട്ടില്ല. മകൻ്റെ പേര് ചന്ദ്രശേഖരൻ എന്നാണ്. അതും എഴുതി വെച്ചു. ഇതൊക്കെ നിങ്ങൾ വേദത്തെപ്പറ്റി വല്ലതൊക്കെ അറിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട പേരുകളാണ്. VK നാരായണ ഭട്ടതിരിയുടെ പേരും
മകനായ ചന്ദ്രശേഖരൻ്റെ പേര്. ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആളാണ് എനിക്ക് നല്ല പരിചയം. അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല, നല്ല പ്രായമുള്ളപ്പോൾ കുറേ പ്രായം വരെ ജീവിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തെ ചന്ദ്രേട്ട എന്നാണ് വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന് എന്നെയും എനിക്ക് അദ്ദേഹത്തെയും വലിയ ഇഷ്ടമായിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേദത്തെപ്പറ്റി കുറച്ചൊക്കെ അറിയണമെങ്കിൽ ഈ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചന്ദ്രേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം അച്ഛൻ എഴുതിയിരുന്ന പല പല ലേഖനങ്ങളും പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. അത് നോക്കിയാൽ മതി. എവിടെയെങ്കിലുമൊക്കെ പുസ്തകശാലയിൽ പോകുമ്പോൾ VK നാരായണ ഭട്ടതിരി എഴുതിയിരിക്കുന്ന പുസ്തകമുണ്ടോ എന്ന് നോക്കിയാൽ അന്വേഷിച്ചാൽ കിട്ടും. കുറേ എഴുതിയിട്ടുണ്ട്. ഈ മകനാണ് അച്ഛൻ എഴുതിയ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ഈ മകൻ്റെ ജോലിയായിരുന്നു. അപ്പോൾ ഏതായാലും ഞാനിത് പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം വിരലിലെണ്ണാവുന്നവർ മാത്രമായി തീരുകയാണ്. അതിനേക്കാളും കുറേ കാലം മുമ്പ് നമ്മുടെ നാട്ടിൽ വേദം അറിഞ്ഞിരുന്ന ഒരാൾ രാമൻ നമ്പൂതിരിയായിരുന്നു. അതിൻ്റെ പേരെഴുതി വയ്ക്കുക. ഈ പേരൊക്കെ എഴുതി വയ്ക്കണം. അത് ഇനി എൻ്റെ കാലം കൂടി കഴിഞ്ഞ് വിചാരിക്കുക. നമ്മൾ 2 തലമുറയൂടി കഴിഞ്ഞാൽ ഈ പേര് പറയാൻ പോലും ചിലപ്പം നമ്മുടെ നാട്ടിൽ ആരും ഉണ്ടാവില്ല. അത് എഴുതി വെച്ച് കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഇങ്ങനെ ചിലരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ പേര് ഏർക്കര രാമൻ നമ്പൂതിരി എന്നാണ് പേര്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം ഒരു ചെറിയ പുസ്തകം എഴുതി. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ചിന്തിക്കാനാണ് ഞാനത് പറഞ്ഞു തരുന്നത്. ഞാനിപ്പോൾ ചൊല്ലിയ ഈ സ്വസ്ത്യസ്തു വിശ്വസ്യ ഖല പ്രസീരതാം ധ്യായന്തു ഭൂതാനി ശിവം വിധോദിയ മനശ്ചഭദ്രം ഭജനാനധോക്ഷജേ അവേശ്യതാന്നോ മധുരപ്യഹേതുകി എന്ന ശ്ലോകത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഗംഭീരമായിട്ട് അറിയണമെന്നോ പഠിക്കണമെന്നോ ആശയുണ്ടെങ്കിൽ ആമ്നായ മഥനം എന്ന് പറയുന്നൊരു പുസ്തകം എഴുതി വെച്ചു. ആ പുസ്തകത്തിൻ്റെ പേരാണ് ആമ്നായ മഥനം. എഴുതി വയ്ക്കും, ആമ്നായ മഥനം. അത് എഴുതിയത് ഈ ഏർക്കര രാമൻ നമ്പൂതിരിപ്പാടാണ്. അപ്പം അദ്ദേഹം അടുത്ത കാലത്താണ് നമ്മുടെ ലോകം വിട്ടുപോയത്, ഏർക്കര. അപ്പം അദ്ദേഹത്തിന് വേദങ്ങളെക്കുറിച്ചും വേദങ്ങളിലുള്ള കർമ്മകാണ്ഡത്തെപ്പറ്റിയും യാഗാദികളെ പറ്റിയൊക്കെ ഗംഭീരമായ അറിവുണ്ടായിരുന്നു. അന്നത്തെ യാഗവിഷയമായ സകല കാര്യങ്ങളിലും അവസാന വാക്ക് ആരുടേതായിരുന്നു? ഏർക്കരയുടേതായിരുന്നു. ഈ ആമ്നായ മഥനം ഞാൻ വായിച്ചിട്ടുണ്ട്. ചെറിയ പുസ്തകമാണ്. പക്ഷെ ചെറിയ പുസ്തകമാണെങ്കിലും അതിലെ ഒരു ഭാഗം വായിച്ച് പഠിക്കണമെങ്കിൽ എനിക്കൊക്കെ ഒരു 5-6 ആഴ്ചകൾ വേണ്ടി വന്നിട്ടുണ്ട്. അതിലത്തെ ചെറിയ പുസ്തകമാണ്. പക്ഷെ അത് വായിച്ചിട്ടത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഞാനൊക്കെ ഒരുപാട് സമയമെടുത്തിരുന്നു. അത്രയും അതിലുള്ള ഓരോരോ വാക്കും അർത്ഥഗർഭമായിരുന്നു എന്നർത്ഥം. അപ്പം ഞാനിത് പറയാൻ കാരണം ഇവിടെ കാണുന്നപ്പോൾ നമ്മൾ ചൊല്ലിയ ഈ ഒരു മന്ത്രം വേദങ്ങളിലുള്ള മന്ത്രമാണ്. അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ അത് എത്രയോ വലിയ ഒരു വ്യാഖ്യാനമായി തീരും. അപ്പോൾ ആമ്നായം പറഞ്ഞാൽ വേദം എന്നർത്ഥം. മഥനം ചെയ്യുക പറഞ്ഞാൽ എന്താ? വേദത്തെ മഥനം ചെയ്യുക പറഞ്ഞാൽ അങ്ങനെ കലക്കുക എന്നർത്ഥം. തൈരൊക്കെ കലക്കണം അതുപോലെ. അപ്പോൾ ഏർക്കര രാമൻ നമ്പൂതിരി ചെയ്തത് ഇങ്ങനെ അദ്ദേഹം ഭാഗവതത്തിലെ പല ശ്ലോകങ്ങൾക്കും അർത്ഥം എഴുതിയിട്ടുണ്ട്. ആര്? ഞാൻ മറ്റൊരു വ്യാഖ്യാനത്തിലും കാണാത്ത അർത്ഥങ്ങളാണ് ഈ ഏർക്കര രാമൻ നമ്പൂതിരി എഴുതിയത്. അപ്പോൾ ഓരോന്ന് എന്തിനെ ചെയ്യുന്നതൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് പറയും. ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇതൊരു ശ്രദ്ധയായിരുന്നു അദ്ദേഹത്തിന്, അല്ലേ? അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ഇങ്ങനെ അതീവ ശ്രദ്ധയോടെ വേദത്തെയും വേദമന്ത്രങ്ങളെയും സമീപിച്ചവരായിരുന്നു നമ്മളുടെ പഴയ കാലത്തെ ആൾക്കാരൊക്കെ. അതുകൊണ്ടാണ് ഭാഗവതം ഇത്രയും ഗംഭീരമായത്. ഞാനിപ്പോൾ എത്ര നേരെയല്ലേ ഭാഗവതത്തിൽ ഒറ്റ ശ്ലോകത്തിൻ്റെ മുകളിൽ നിന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിതിൻ്റെ ഒന്നും പിന്നാലെ പോകണമെന്നില്ല. നമുക്കിപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കണമെങ്കിൽ ഈ ലോകത്തിൽ ആർക്കും പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ പ്രാർത്ഥിക്കാവുന്ന അതിമനോഹരമായ ഭാഗവതത്തിലെ ഒരു പ്രാർത്ഥനയാണ് ഈ 5:18:9 എന്ന് പറയുന്ന ഈ പ്രാർത്ഥന. ഒന്നുകൂടി ചൊല്ലി നോക്കാം, അല്ലേ? സ്വസ്ത്യസ്തു വിശ്വസ്യ ഖല പ്രസീദതാം ധ്യായന്തു ഭൂതാനി ശിവം വിധോദിയ മനശ്ച ഭദ്രം ഭജതാരഥോക്ഷജേ ആവേശ്യതാന്നോ മതിരപ്യഹൈതുകി. നമ്മളുടെ നമ്മുടെ ബുദ്ധി ആവേശിക്കണം. എങ്ങോട്ട് ആവേശിക്കണം? അഹൈതുകി പറഞ്ഞാൽ എന്താ? ഹേതുവില്ലാതെ, ഒരു കാരണവുമില്ലാതെ നമ്മളുടെ മനസ്സ് എപ്പോഴും ഭഗവാന്റെ പാദത്തിലായിരിക്കണം എന്നർത്ഥം. ഹേതു ഇല്ലാണ്ടേന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കാരണമില്ല. ഭഗവാനെ ഭജിക്കുന്നതിന് കാരണമൊന്നുമില്ല. ഭഗവാനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. യാതൊന്നും പ്രതീക്ഷിക്കാതെ എപ്പോഴും ഭഗവാനെ തന്നെ സ്മരിക്കുക, ഭജിക്കുക.
അതിനാണ് ഈ അഹൈതുകി എന്ന് പറയും. അപ്പം നമ്മുടെ മനസ്സിൽ സംശയം ഉണ്ടാവണ്ടേ, ഭാഗവതത്തിൽ ആരപ്പം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചത്? നിങ്ങൾക്കങ്ങനെ സംശയം തോന്നിയോ? ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംശയം തോന്നിയില്ല അല്ലേ? ഇത് ആരാ പ്രാർത്ഥിച്ചത്? ഇത് പ്രാർത്ഥിച്ചത് പ്രഹ്ലാദനാണ്. അപ്പം നരസിംഹാവതാര കഥയൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെന്താ തിരുമേനി രാവിലെ തന്നെ പ്രഹ്ലാദൻ്റെ കാര്യം പറയണം? ഇന്ന് വൈകുന്നേരമല്ലേ നരസിംഹാവതാരം? അപ്പം ഇന്ന് വൈകുന്നേരം നരസിംഹാവതാരമുണ്ട് എന്നതിൻ്റെ ഒരു സൂചന നമുക്ക് എവിടെ കിട്ടും? ഈ 18-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ കിട്ടും. ഇന്ന് വൈകുന്നേരം ഒരു നരസിംഹാവതാരമുണ്ട്. ഇപ്പോൾ പഞ്ചമസ്കന്ധത്തിലാണ് നരസിംഹമൂർത്തിയുടെ ബീജമന്ത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നരസിംഹമൂർത്തിയുടെ ഭക്തനാണ് ആര്? പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദൻ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ ചൊല്ലിക്കേട്ടത്. അപ്പം ഇങ്ങനെ നമ്മൾ ദിവസേന നല്ല നല്ല പ്രാർത്ഥനകളൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്കും ഈ പ്രപഞ്ചത്തിനും വലിയ ഗുണങ്ങളുണ്ടാവുമെന്ന് പറയും. ഇതിനെന്തായിരുന്നു കാരണം പ്രഹ്ലാദൻ്റെ കഥ പറയാൻ? പരീക്ഷിത് മഹാരാജാവിന് ശ്രീ ശുകബ്രഹ്മർഷി ഭൂഗോളത്തെപ്പറ്റി വർണ്ണിച്ചു കൊടുക്കുകയാണ്. ആ ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്ന് ഭാഗവതത്തിൽ പല ഭാഗത്തും പറയുന്നുണ്ട്. എന്നിട്ടും നമ്മളെപ്പറ്റി പലരും പറയും ഭാരതീയർ പണ്ട് ഭൂമി പരന്നതാണെന്ന് വിചാരിച്ചിരുന്നു. ഭാരതീയരെ അല്ലേ, പാഠപുസ്തകങ്ങളിലൊക്കെ അങ്ങനെ എഴുതി വെച്ചു, ഞാൻ വായിച്ചിട്ടുണ്ട്. ഭാരതീയർ പണ്ട് ഭൂമി പരന്നതായിരുന്നു എന്നാണ് വിചാരിച്ചത്. പിന്നെ ചില വിദേശികളൊക്കെ അവിടെ വന്നിട്ട് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് അവർക്ക് മനസ്സിലായത് ഭൂമി ഗോളാകൃതിയാണ്. ഇതെന്തൊരു വിഡ്ഢിത്തമല്ലേ? ഇതെന്തൊരു വിഡ്ഢിത്തമാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ കുട്ടികൾ പഠിക്കണത്. അല്ല, നമ്മുടെ വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭൂമി ഗോളാകൃതിയാണ്. വേദങ്ങളെക്കാൾ പ്രാചീനമായ ഒരു കൃതിയും ഇന്നേ വരെ ഒരു ലോകത്തിലും കിട്ടിയിട്ടില്ല. അത്ര പ്രാചീനമായ വേദങ്ങളിലൊക്കെ വളരെ കൃത്യമായി ഭൂമിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതീയർക്ക് സൂര്യനെപ്പറ്റിയും ഭൂമിയെപ്പറ്റിയും നക്ഷത്രങ്ങളെപ്പറ്റിയും ഒക്കെ ഗംഭീരമായ അറിവുണ്ടായിരുന്നു എന്ന് നമ്മൾ വേദങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പം നമ്മളെപ്പറ്റി ഒരുപാട് പേര് വളരെ മോശമായ രീതിയിൽ ഭാരതീയരെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പുസ്തകം വായിച്ചു നോക്കാഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോരോ ഗ്രന്ഥവും ശരിക്കിടുന്ന് വായിച്ചു നോക്കുമ്പോഴാണ് എത്രത്തോളം അറിവുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക. സംസ്കൃത സാഹിത്യ ചരിത്രം എന്നൊരു പുസ്തകമാണ്, എഴുതി വെച്ചോ. ഞാനേതായാലും 3 ദിവസം കഴിഞ്ഞാൽ അവിടെ നിന്നോട്ട് പോകുമല്ലോ. പിന്നെ നിങ്ങൾക്ക് പിന്നെയും പഠിക്കണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള നല്ലൊരു പുസ്തകത്തിൻ്റെ പേരെഴുതി വെച്ചോളൂ. സംസ്കൃത സാഹിത്യ ചരിത്രം എഴുതിയോ? സംസ്കൃത സാഹിത്യ ചരിത്രം ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും നല്ല ആധ്യാത്മിക ഗ്രന്ഥങ്ങളോ കിട്ടുന്ന പുസ്തകശാലയിൽ പോയിട്ട് ഈ പുസ്തകം ഒന്ന് അന്വേഷിച്ചു. സംസ്കൃത സാഹിത്യ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താ? സംസ്കൃത സാഹിത്യത്തിൻ്റെ എത്രയോ കാലത്തെ ചരിത്രം മുഴുവനും ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണത്. കുറച്ച് വലിപ്പമുള്ള പുസ്തകമാണ്. അത് നിങ്ങൾ എടുത്തങ്ങോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എത്ര ഗ്രന്ഥങ്ങളാണല്ലേ സംസ്കൃത ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. ഇഷ്ടംപോലെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിലെ ഭാരതത്തിലെ മുഴുവൻ ആൾക്കാരും ഈ ഭാഷ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപമായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മൾ സംസ്കൃതം പഠിച്ചിട്ടില്ല, പിന്നെ ആരാ പഠിക്കുക? അമേരിക്കക്കാരോ? നമ്മളാണിത് പഠിക്കേണ്ടത്. അപ്പോൾ ഭാരതത്തിൽ എത്ര ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ അറിയില്ല. അപ്പോൾ അടുത്ത സെൻസസ് ഒന്നും നടന്നിട്ടില്ല അല്ലേ? കുറച്ചായി ഇപ്പോൾ സെൻസസ് ഒന്നും നടക്കാറില്ല. ഏതായാലും പഴയ സെൻസസിൻ്റെ കണക്ക് വെച്ച് നോക്കിയാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 140 കോടിയൊക്കെ ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കൃത്യം കണക്കൊന്നും എൻ്റെ കയ്യിലില്ല, നിങ്ങളിവിടെ ഗൂഗിൾ നോക്കിക്കോളൂ. എന്തായാലും ഒരു 140 കോടിയോളം ആൾക്കാർ ഭാരതത്തിലുണ്ട്. പിന്നെ ഒരുപാട് പേര് അന്യരാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട്. ഒരു 150 കോടിയൊക്കെ ഉണ്ടാവും എന്തായാലും, എത്രയെങ്കിലും ആവട്ടെ. അപ്പോൾ ഭാരതത്തിൽ ജനിച്ച ഒരാൾ ഭാരതീയനാണ്. ആണല്ലോ? ആണ്. ഭാരതത്തിൻ്റെ മണ്ണിൽ എവിടെ വന്ന് പിറന്ന് ജനിച്ചാലും അയാൾ ഭാരതീയനാണ്. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ ഭാരതീയരും എന്ത് ചെയ്യണം? സംസ്കൃതം എന്ന് പറയുന്ന ഭാഷ പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. ഇതൊരു മതത്തിൻ്റെ ഭാഷയൊന്നും അല്ല കേട്ടോ. ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, ഹിന്ദു മതത്തിൻ്റെ ഭാഷയാണോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. അത് അറിവില്ലായ്മ കൊണ്ട് പറയണതാണ്. അങ്ങനെ ഒരു മതത്തെ പറ്റിയൊന്നും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എവിടെയും പറയും. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഹിന്ദുമതം എന്നൊരു വാക്ക് ഞാൻ ഒരു പുസ്തകത്തിലും വായിച്ചിട്ടില്ല.
ഭാഗവതത്തിൽ എവിടെയും ഞാൻ വായിച്ചിട്ടില്ല, ഗീതയിലും വായിച്ചിട്ടില്ല. അപ്പോൾ ലോകത്തിലെല്ലാ മനുഷ്യർക്കും വേണ്ടി നിലനിൽക്കുന്ന ഒരു ഭാഷയാണ് ഇത്, സംസ്കൃത ഭാഷ. അതിൻ്റെ ഈറ്റില്ലമായ ഭാരതീയർ എന്ത് ചെയ്യണം? അതെന്തായാലും ഭാരതത്തിലുള്ള മുഴുവൻ, ഇപ്പം ഞാൻ പറഞ്ഞ ഏകദേശം ഒരു 150 കോടിയുള്ള ആൾക്കാരോട് ജീവിക്കുന്നുണ്ട്. പിന്നെ ഭാരതത്തിൻ്റെ പുറത്ത് ജീവിക്കുന്ന ഭാരതീയർ മുഴുവൻ ആൾക്കാരും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്കും പഠിക്കാവുന്നതാണ് ഈ ഭാഷ. ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിവിടെ സമയം പരിമിതമാണ്, ഭാഗവതം മുഴുവൻ എന്നെക്കൊണ്ട് പറയാൻ പറ്റില്ല, എത്ര ശ്രമിച്ചാലും പറ്റില്ല എന്ന് എനിക്കറിയാം. കാരണം അത് വലിയൊരു സമുദ്രമാണ്. ആ ഭാഗവതമാകുന്ന സമുദ്രത്തിലെ കുറച്ച് തുള്ളികൾ മാത്രമേ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ തളിക്കാൻ പറ്റുള്ളൂ 7 ദിവസം കൊണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ കലഞ്ഞൂർ താമസിക്കാൻ നിങ്ങളിവിടെ തന്നെ ഉണ്ടാവും, ഇത് കേൾക്കുന്നവർ പിന്നെയും ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചില എന്താ പറയുക, ചില സൂചനകൾ തരികയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വഴിക്കൊക്കെ സഞ്ചരിക്കാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ആധ്യാത്മിക ഗ്രന്ഥശാലകളിൽ പോയാൽ ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങൾ നിങ്ങളുടെ അടുത്ത് വായിക്കാൻ പറ്റും. ഏതൊക്കെയാണ് ഗ്രന്ഥശാല എന്ന് പറഞ്ഞാൽ അവിടെ പോയിക്കോളും. ഇവിടെ ആലപ്പുഴയിൽ ഒരു നല്ല പുസ്തകശാലയുണ്ട്, വിദ്യാരംഭം എന്നാണ് അതിൻ്റെ പേര്. ആലപ്പുഴ ജില്ലയുടെ അടുത്തല്ല അല്ലേ, ഇവിടെ അധികം ദൂരമല്ലേ. വിദ്യാരംഭത്തിൽ അന്വേഷിച്ചാൽ ധാരാളം പുസ്തകങ്ങൾ കിട്ടും. പിന്നെ എനിക്ക് പരിചയമുള്ളത് കോഴിക്കോട് ഒരു ഗംഗാ ബുക്സ് ഉണ്ട്. ഗംഗാ ബുക്സ് കോഴിക്കോട് നിന്ന് എഴുതിയാൽ തന്നെ ഗൂഗിളിൽ നിന്നൊക്കെ വിവരം കിട്ടും. അവിടെ ധാരാളം ആധ്യാത്മിക ഗ്രന്ഥങ്ങളുണ്ട്. പിന്നെ ഒരുപാട് പബ്ലിഷേഴ്സ് ഒരുപാട് ഗ്രന്ഥങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പേര് എഴുതി വയ്ക്കണേ, ഇതൊന്നും ഞാൻ പിന്നീട് പറയില്ല. ഗോരഖ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കേട്ടിട്ടുണ്ടോ? ഭാരതത്തിലൊരു സ്ഥലമാണ് ഗോരഖ്പൂർ. അവിടെ ഒരു പ്രസ് ഉണ്ട്, ഗീത എന്നാണ് എൻ്റെ പേര്, ഗീതാ പ്രസ്. ആ ഗീതാ പ്രസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാനൊരു 10,000 തവണ നമസ്കരിക്കും. ഗീതാ പ്രസ്സിൽ പ്രവർത്തിക്കുന്ന ഒരാളെ പോലും എനിക്കൊരു പരിചയമില്ല. ഞാനീ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗവതം എവിടെ അച്ചടിച്ചതാണ്? ഗോരഖ്പൂരിലുള്ള ഗീതാ പ്രസ്സിൽ അച്ചടിച്ച ഭാഗവതമാണ് ഞാൻ വായിക്കുന്നത്. എൻ്റെ മുമ്പിലുള്ള ഈ ഭാഗവതത്തിൽ നല്ല കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. എത്ര മനോഹരമായിട്ടാണ് അവർ ഈ ഭാഗവത ഗ്രന്ഥം എന്താ പറയുക ഡിസൈൻ ചെയ്തതല്ലേ. അലൈൻമെൻറ്റൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. എത്രയോ തപസ് ചെയ്തിട്ടാണ് ഞാൻ വായിക്കുന്ന ഈ ഭാഗവത ഗ്രന്ഥം ഈ ഗീതാ പ്രസ് തയ്യാറാക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവരെ നമ്മൾ നമസ്കരിക്കണ്ടേ? ഞാനൊരിക്കൽ ഈ പുസ്തകം വാങ്ങിയപ്പോൾ അന്ന് കേവലം 50 രൂപയായി. കൃത്യം 50 രൂപയ്ക്ക് ഞാൻ കുറച്ചു കാലം മുമ്പ് ഈ പുസ്തകം വാങ്ങുന്നത്. 50 രൂപയ്ക്കൊക്കെ ഇത്ര ഗംഭീരമായ ഒരു പുസ്തകം കിട്ടുക എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ എത്ര നമസ്കരിക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾ ഗീതാ പ്രസ് ഗോരഖ്പൂർ എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പുരാണം വരെ അയച്ചു തരും. വെറുതെ അയച്ചാൽ മതി, വെറുതെ കത്തായി അയച്ചാൽ മതി. അപ്പോൾ അവരുടെ അടുത്ത് മത്സ്യപുരാണുണ്ട്, കൂർമ്മപുരാണുണ്ട്, വരാഹപുരാണുണ്ട്, മഹാഭാരതമുണ്ട്. ഏത് പുസ്തകമാണോ നിങ്ങൾക്ക് വേണ്ടത് അവർ പറഞ്ഞാൽ ആ പുസ്തകങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിൽ കിട്ടാനുള്ള നല്ലൊരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെ ധാരാളം പുസ്തകശാലകളുമായിട്ട് പരിചയപ്പെട്ടാൽ നമുക്ക് അവിടുത്തെ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരാം, വായിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഏതായാലും പഞ്ചമസ്കന്ധം ഗംഭീരമാണ് എന്നത് ഞാനൊരു സൂചന തന്നു മാത്രം. ഇതൊക്കെ പറയാൻ കാരണം പരീക്ഷിത്ത് മഹാരാജാവിന് ഭൂഗോളത്തെപ്പറ്റി വിശേഷമായിട്ട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അതിൽ കുറേ ദ്വീപുകളുണ്ട് എന്ന് പറയാം. ഒരു 7 ദ്വീപുണ്ട് എന്നാണ് പറയുന്നത്, സപ്തദ്വീപുകൾ എന്ന് പറയും. ആ 7 ദ്വീപിൽ ഒരു പ്രധാന ദ്വീപാണ് ജംബു എന്ന് പറയുന്ന ദ്വീപ്. ആ ജംബു എന്ന് പറയുന്ന ദ്വീപിനെ കുറേ ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുകയാണ്. 9 ഭാഗങ്ങളാണ്. ഈ 9 ഭാഗങ്ങൾക്ക് 9 വരുഷങ്ങൾ എന്നാണ് പറയുക. വരുഷം എന്നും പറയും, ഖണ്ഡെന്ന് പറയും. അതായത് ഒരു ഭൂപ്രദേശം. ആ 9 വരുഷങ്ങളിൽ ഓരോ സ്ഥലത്ത് ഓരോ രൂപത്തിലുള്ള ഭഗവാനെ ആരാധിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഒരിടത്ത് ഇപ്പോൾ പ്രഹ്ലാദൻ്റെ കഥ പറഞ്ഞില്ലേ നമ്മളല്ലേ, ഈ പ്രഹ്ലാദൻ താമസിക്കുന്ന ആ സ്ഥലത്തിന് ഹരിവരുഷം എന്നാണ് പേര്. 9-ൽ ഒന്നാണ് ഹരിവരുഷം. ഹരിവരുഷത്തിൽ ഭഗവാൻ നരഹരി രൂപേണ ആസ്തേ എന്നാണ് അതിൽ പറയുന്നത്. ശ്രീ ശിവബ്രഹ്മർഷി പറയുന്നത് ആസ്തേ എന്ന ക്രിയാപദത്തിന് അവിടെ ഇപ്പോഴും ഉണ്ട് എന്നൊരർത്ഥമുണ്ട്. ഹരിവരുഷേ ചാപി ഭഗവാൻ നരഹരി രൂപേണ ആസ്തേ. അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, അവിടെ നരഹരിയായി നരസിംഹമൂർത്തിയായി ഭഗവാൻ ഹരിവരുഷത്തിലുണ്ട്. തദ്രൂപഗ്രഹണ നിമിത്തം ഉത്തരത്ര അഭിധാസ്യേ. അദ്ദേഹം ഭഗവാൻ എന്തിനാണ് ഈ രൂപഗ്രഹണം ചെയ്തത്, അവതരിച്ചത് എന്ന് ഉത്തരത്ര പറഞ്ഞാൽ എന്താ, പിന്നീട് പറയാം. ഉത്തരത്ര പറഞ്ഞാൽ പിന്നീട് പറഞ്ഞു തരാം. അഭിദാസ്യേ തദ്ദൈതം രൂപം മഹാപുരുഷ ഗുണഭാജന.
മഹാഭാഗവതഃ ദൈത്യദാനവകുലതീർത്ഥീകരണശീലാചരിതഃ പ്രഹ്ലാദഃ. പ്രഹ്ലാദനെ പറ്റി വിശേഷിപ്പിക്കുകയാണ് ആര്? വെറുതെ അങ്ങോട്ട് പ്രഹ്ലാദൻ എന്ന് പറയുകയല്ല ശ്രീശുക ബ്രഹ്മർഷി പറയുന്നത്. ആ പ്രഹ്ലാദനെ വിശേഷിപ്പിക്കുന്നത് നോക്കൂ. ദൈത്യ ദാനവ കുല തീർത്ഥീകരണ ശീല ആചരിതഃ. ദൈത്യന്മാരുടെയും ദാനവന്മാരുടെയും കുലത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും ശുദ്ധീകരിക്കുന്ന തരത്തിലുള്ള ശീലങ്ങളും ആചാരങ്ങളൊക്കെ ആർക്കുണ്ടായിരുന്നു? എൻ്റെ ഭഗവാനെ, പാരാ പ്രഹ്ലാദനല്ലേ. ദൈത്യന്മാരുടെയും ദാനവന്മാരുടെയും കുലം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് അസുരന്മാരല്ലേ. അവരെ മുഴുവനും ശുദ്ധീകരിക്കുന്ന ശീലവും സ്വഭാവവും ഒക്കെ ആർക്കുണ്ടായിരുന്നു? പ്രഹ്ലാദൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രഹ്ലാദൻ ഒരു എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ എത്രയോ അപ്പുറത്താണ് പ്രഹ്ലാദൻ അല്ലേ. ആ പ്രഹ്ലാദനാകുന്ന ഒരാൾ കാരണം, ഒരു ഭക്തൻ കാരണം എത്രയോ പേര് നന്നായി തീർന്നു എന്നർത്ഥം വന്നു. മഹാഭാഗവതനായിരുന്നു. അവ്യവധാന അനന്യഭക്തിയോഗേന, അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? അനന്യഭക്തി ഉണ്ടായിരുന്നു നരസിംഹമൂർത്തിയോട്. സഹതത് വരുഷപുരുഷൈഹി ഉപാസ്തേ ഇതം ചോദാഹരതി. ആ പ്രഹ്ലാദനാണ് നരസിംഹമൂർത്തിയുടെ മുന്നിൽ വന്നിട്ട് നമ്മൾ നേരത്തെ ചൊല്ലിയ മന്ത്രമല്ലേ. അപ്പം നരസിംഹമൂർത്തിയുടെ മുന്നിൽ വന്നിട്ട് ഹരിവരുഷത്തിലിരുന്ന് പ്രഹ്ലാദൻ ഇന്നും ഈ മന്ത്രം ജപിച്ച് നരസിംഹമൂർത്തിയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓം നമോ ഭഗവതേ നരസിംഹായ നമസ്തേജസ്തേജസേ ആവിരാവിർഭവ വജ്രനഖ വജ്രദംഷ്ട്ര കർമാശ്രയാൻ രന്ധയ തമോ ഗ്രസ ഓം സ്വാഹ അഭയമഭയമാത്മനി ഭൂയിഷ്ഠ ഓം ക്ഷറവും. എന്തൊക്കെ മന്ത്രങ്ങളാണ്. ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് പ്രഹ്ലാദൻ ഭഗവാനെ ഉപാസിക്കുന്നത് എന്ന് പറയും. അപ്പം ഞാനൊരു ഹരിവരുഷത്തെ മാത്രം ഒന്ന് പരിചയപ്പെടുത്തി, ഇതുപോലെ 8 പരിചയപ്പെടുത്താൻ നിന്നാൽ നേരം കുറയാവും എന്നതുകൊണ്ട് ഞാനിന്ന് വിരമിക്കുകയാണ്. പിന്നീട് പറയുന്നത് സൂര്യനെ പറ്റി, ചന്ദ്രനെ പറ്റി, ബുധനെ പറ്റി എല്ലാം ഇവിടെ പറയുന്നുണ്ട്. സൂര്യനെ പറ്റി നമുക്കറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. ഭാഗവതത്തിൽ പരീക്ഷിത മഹാരാജാവിന് ശ്രീശോബ്രഹ്മർഷി പറയുന്നുണ്ട്. ഭഗവാന്റെ ഒരു സ്വരൂപമാണ് ഈ സൂര്യൻ എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സൂര്യനെ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഉപാസിക്കണം. സൂര്യോപാസന എന്നാണ് പറയുന്നത്. സൂര്യനെ ഉപാസിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. ഒന്ന് സൂര്യ നമസ്കാരമാണ്. എല്ലാവർക്കും സൂര്യ നമസ്കാരം ചെയ്യാം. അത് വളരെ നല്ലതാണ്. ഞാൻ അപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. എത്രയോ പേര് സൂര്യ നമസ്കാരം ചെയ്യുന്നവരുണ്ട്. പിന്നെ ഗായത്രി, സൂര്യഗായത്രി എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്. ആ മന്ത്രം ജപിക്കുന്നവരുണ്ട്. പിന്നെ വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ദിവസേന എന്ത് ചെയ്യുക? കുറേശ്ശെ വെയിൽ കൊള്ളാറുണ്ടോ? ഇപ്പം പല ആൾക്കാരും അകത്തിങ്ങനെ അടച്ചിരിക്കും അല്ലേ. അത് പലപ്പോഴും നമുക്ക് രോഗങ്ങൾക്ക് കാരണം. അപ്പോൾ അകത്തിങ്ങനെ അടച്ചിരിക്കുക, AC റൂമിലിരിക്കുക. നന്നല്ല AC ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പം നിങ്ങൾ ചോദിക്കും, ചൂടുള്ള രാജ്യക്കാരൊക്കെ എന്താ നിവൃത്തിയില്ല. നല്ല ചൂടാണെങ്കിൽ ഇപ്പോൾ AC മുറിയിലിരിക്കണ്ടേ? AC കാറ് വേണ്ടേ? വേണം. പക്ഷേ അത് നമ്മുടെ ആരോഗ്യത്തിനെ നശിപ്പിക്കുന്നൊരു സാധനമാണ് എന്ത്? ഈ AC. ഈ ചില യോഗികളൊക്കെ താമസിക്കുന്നുണ്ട് ഹിമാലയത്തിൽ ഇപ്പോഴും ഉണ്ട്. ഈ യോഗികൾക്കൊരു ശക്തിയുണ്ട്, ചൂടൊക്കെ സഹിക്കാനുള്ള ശക്തി. എത്ര വലിയ ചൂടത്ത് വരെ നടന്നു പോകും. എത്ര വലിയ കൊടും തണുപ്പാണെങ്കിലും അവർ ആ തണുപ്പിൽ കുളിക്കും. വെള്ളമൊന്നും ചൂടാക്കില്ല. ഇപ്പോഴും ഉണ്ട് ഒരുപാട് യോഗികളെ നിങ്ങൾക്ക് കാണാം. നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് അവർ സുഖമായിട്ട് എന്ത് ചെയ്യും? ആ തണുത്ത ഹിമാലയത്തിലൊക്കെ കുളിക്കുന്ന ആൾക്കാരല്ലേ, മഞ്ഞിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പുതപ്പ് വേണ്ട, അവരൊരു വസ്ത്രം പോലും ധരിക്കില്ല. അപ്പോൾ യോഗികൾക്ക് ഇങ്ങനെ ചൂട്, തണുപ്പ് മുതലായതിനൊക്കെ സഹിക്കാനുള്ള ഒരു പ്രത്യേക ശക്തി അവർ നേടിയെടുക്കുകയാണ്. ഭഗവാനെ ഭജിച്ചിട്ടാണ് നേടിയെടുക്കണം. അപ്പോൾ ഏതായാലും സൂര്യനെ നമ്മൾ വെയിൽ കൊള്ളണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പോൾ പല കുട്ടികളും വെയിലൊന്നും കൊള്ളണമല്ലോ അല്ലേ. അപ്പോൾ രാവിലെ കുറച്ചു നേരം വെയിൽ കൊള്ളാം. ഉച്ചയ്ക്ക് ബുദ്ധിമുട്ടാവും. ഉച്ചയ്ക്ക് വെയിൽ വല്ലാതെ കാഠിന്യമുള്ളതാണ്. വൈകുന്നേരം വെയിൽ കൊള്ളാം. ഒരു 4 മണി കഴിഞ്ഞാൽ പിന്നെ അത്ര ശക്തി ഉണ്ടാവില്ല. അപ്പോൾ വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക? വെയിലുള്ള സ്ഥലത്തൊന്നും അങ്ങനെ കുറച്ച് നടക്കുക. റോഡിൻ്റെ മുകളിൽ കൂടെ നടക്കരുതേ. ഒരു കാരണവശാലും റോഡിൻ്റെ മുകളിൽ കൂടെ നടക്കാനോ ഓടാനോ പാടില്ല. കാരണം വാഹനങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റും. അപ്പം അമ്പലത്തിലൊക്കെ നടക്കാം. അമ്പലത്തിലേക്ക് വാഹനം വരില്ലല്ലോ അല്ലേ.
ഇപ്പം അമ്പലത്തിലേക്കും വാഹനങ്ങൾ വന്നു തുടങ്ങിയിട്ട്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും വാഹനങ്ങൾ അങ്ങനെ വരരുതെന്നാണ് പറയാം. പൊതുവേ അത്രയും അധികം ഉണ്ടാവില്ല. അപ്പോൾ അമ്പലം പോലുള്ള സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ധാരാളമായിട്ട് നടക്കാം. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ വന്ന് പ്രദക്ഷിണം വയ്ക്കാൻ പറഞ്ഞത് വാസ്തവത്തിൽ സൂര്യോപാസനയാണ് അല്ലേ. രാവിലെ വെയിലുള്ള സമയത്ത് അമ്പലത്തിൽ കുറച്ച് നടക്കുക, വൈകുന്നേരം അപ്പോൾ വെയിൽ കൊണ്ടാൽ നല്ല ഗുണമാണ്, നല്ലതാണ് വെയിൽ കൊള്ളുന്നത്. ഈ പഴയ കൃഷിക്കാരൊക്കെ കണ്ടില്ലേ, വെയിൽ, മഞ്ഞ്, മഴ ഒക്കെ കൊണ്ടിട്ടാണല്ലോ ജോലി ചെയ്യുക. ഇപ്പോഴുള്ള ആൾക്കാർ വെയിലും കൊള്ളില്ല, മഴയും കൊള്ളില്ല. കുട്ടിയോട് പറയും, അയ്യോ മഴ കൊള്ളല്ലേ, ജലദോഷം പിടിക്ക്, ആ അമ്മയാണ് തല്ലേണ്ടത്. കുട്ടി മഴ കൊണ്ടാൽ ജലദോഷം പിടിക്കും, പനി വരുമെന്ന് പറയുന്ന അമ്മയെ രണ്ടടി കൊടുക്കുക വേണ്ട. കാരണം എന്താ, അങ്ങനെയല്ല, അത് സത്യമല്ല. കുട്ടികൾ മഴയൊക്കെ കൊണ്ട് വെയിലൊക്കെ കൊണ്ട് അങ്ങനെ കളിച്ചു നടക്കണം, നല്ലതാണ്. അത് ശീലമായാൽ പിന്നെ അവർക്ക് ജലദോഷം വരില്ല, പനിയും വരില്ല, ഒരു അസുഖം വരില്ല. മണ്ണിലൊക്കെ കളിക്കണം. ഇപ്പോൾ കുട്ടികൾ ഈ വലിയ, ഞാനൊരിക്കലും ഒരു സപ്താഹത്തിന് പോയപ്പോൾ അമ്മ എന്നോട് 26ാമത്തെ നിലയെന്നാണ് തിരുമേനി ഞാൻ ഭാഗവതം കേൾക്കാൻ വരണം. 26ലധികം നിലകളുള്ള വലിയൊരു എന്താ പറയുക അപ്പാർട്ട്മെൻറ്റ്, അതിലാണ് അമ്മ താമസിക്കുന്നത്. അമ്മ താമസിക്കുന്ന 26ാമത്തെ നിലയിലാണ്. എന്നിട്ട് അവിടുന്ന് ലിഫ്റ്റ് വഴി താഴെ ഇറങ്ങിയിട്ടാണ് അമ്മ ഭാഗവതം കേൾക്കാൻ വരുന്നത്. അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് മണ്ണിനോട് വല്ല ബന്ധം ഉണ്ടാവുമോ? അവിടെ കുട്ടികളൊക്കെ ഉണ്ട്, ഈ കുട്ടികൾ മണ്ണ് ചവിട്ടില്ലല്ലോ. അപ്പം അത് ഇന്നത്തെ ലോകത്തിലൊരു വലിയ പ്രശ്നമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴമക്കാരൊക്കെ മണ്ണിൽ കൂടെ നടന്നു, അവർ മണ്ണിൽ കളിച്ചു നടന്നു അല്ലേ. അപ്പം അതാണ് ശരിയായ ജീവിതം. അപ്പോൾ ശരിയായ ജീവിതം എന്ന് പറയുന്നത് വെയിലും മഞ്ഞും മഴയൊക്കെ കൊണ്ട് മണ്ണിലൊക്കെ കളിച്ച് അങ്ങനെയാണ് കുട്ടികളൊക്കെ വളരേണ്ടത്. ഇപ്പം മിക്കവാറും കുട്ടികൾക്കൊന്നും കൃഷി ചെയ്യാൻ അറിയില്ലല്ലോ. അപ്പോൾ കുട്ടിക്കൊന്നും, ഇപ്പോഴുള്ള കുട്ടിക്ക് കൃഷിയൊക്കെ അറിയുന്ന കുട്ടികൾ വളരെ കുറവാണ്. പഴയ കാലത്ത് ഭാരതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു, അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെയൊക്കെ ഒന്ന് ഈ കൃഷിപ്പണികളൊക്കെ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും സൂര്യനാണ് നമുക്ക് വേണ്ട എല്ലാ ഊർജവും തരുന്നത്. ഇന്നലെ ഞാനൊരു രയി പ്രാണൻ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? മറന്നുപോയി. എല്ലാം നിങ്ങളിങ്ങനെ മറക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലതൊക്കെ ഞാൻ തൊട്ട് പോകുന്നു, ചിലതൊന്ന് വിശദമായിട്ട് പറയും. ഈ പ്രാണൻ്റെ മുഴുവനും ഒരു ശക്തി എവിടെ ഇരിക്കുന്നുണ്ട്? സൂര്യനിരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലും അതേ പ്രാണശക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ നല്ല ശരീരം ഉണ്ടാവാൻ എന്ത് ചെയ്താൽ മതി? പ്രാണായാമം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ട് നാഡികൾ, സൂര്യനാഡിയുണ്ട്, ചന്ദ്രനാഡിയുണ്ട്. ആ നാഡികളൊക്കെ നല്ലതുപോലെ പ്രവർത്തിക്കും നമ്മൾ എന്ത് ചെയ്താൽ, പ്രാണായാമം ചെയ്താൽ. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ സൂര്യൻ ഈശ്വരനാണ് എന്നർത്ഥം. അതാ പറഞ്ഞ ചുരുക്കി പറഞ്ഞു. സൂര്യൻ ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്, ഈശ്വരനാണ്. അതുകൊണ്ട് ആ സൂര്യനെ എന്ത് ചെയ്യണം? പലതരത്തിലും നമുക്ക് ഈ ചില ആൾക്കാർ മണ്ണൊക്കെ തേച്ച് കുഴച്ച് മേത്തേക്കുന്നതാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടില്ല? മണ്ണൊന്നായിട്ട് അങ്ങോട്ട് തേക്കും, വെള്ളമൊക്കെ ചേർത്തിട്ട് അതിന് മേലും വേണം മണ്ണ് തേക്കും. മണ്ണ് തേച്ചിട്ട് കുറേ നേരം ഇരിക്കും, പിന്നെ പോയിട്ട് കുളിക്കും. നല്ലൊരു ചികിത്സാരീതിയാണ് ഇത്. വെയിൽ കൊണ്ടിരിക്കും. അത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, പല പല അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടി ചെയ്യും. ഇതൊക്കെ സൂര്യാരാധനയെ ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്. ഞാനൊരിക്കലും പുസ്തകം വായിച്ചു, അതിനകത്ത് ഒരു കണ്ണ് കാണാത്ത ഒരു ഭക്തൻ, അതിന് കണ്ണ് കാണില്ല, തീരെ കാണില്ല, പൂർണ്ണമായിട്ടും അന്ധനാണ്. അദ്ദേഹം സൂര്യനെ പറ്റി 100 ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം സൂര്യനെ കണ്ടിട്ടില്ല. ആ 100 ശ്ലോകങ്ങളാണ് അദ്ദേഹം സംസ്കൃതത്തിൽ എഴുതിയത്. ആരെയെ പറ്റി? സൂര്യനെ പറ്റി. ആ പുസ്തകത്തിൻ്റെ പേര് സൂര്യശതകം എന്നാണ് പേര്. ഞാനത് മുഴുവൻ വായിച്ചു നോക്കി, സൂര്യശതകം. ആ 100 ശ്ലോകത്തിലെ സൂര്യനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെങ്കിൽ എത്ര കാലം വേണമല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും പുരാണങ്ങളിലൊക്കെ സൂര്യനെ പറ്റിയും ചന്ദ്രനെ പറ്റിയും അറിയേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ശാസ്ത്രീയമായി എഴുതി വച്ചിട്ടുണ്ട്. അതിലും വലിയ വിവരമൊന്നും നമുക്കിനി കിട്ടാനില്ല. എല്ലാ വിവരങ്ങളും അവിടെ ഉണ്ട്, നമ്മളത് വായിച്ച് പഠിച്ചാൽ മതി. പിന്നീട് ചന്ദ്രനെ പറ്റി പറയുന്നു, മനസ്സുമായി ബന്ധപ്പെട്ട ദേവനാണ് അല്ലയോ പരീക്ഷത്തെ ചന്ദ്രൻ എന്നാര് പറഞ്ഞു? ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങ് പാമ്പിനെ എടുത്തിടാൻ തോന്നിയതെന്നും പറഞ്ഞു. അങ്ങ് ആ മഹർഷിയെ കണ്ടില്ലേ? ആ മഹർഷിയെ കണ്ട സമയത്ത് അങ്ങക്ക് അറിയില്ലേ ഈ മഹാത്മാക്കളെ അപമാനിക്കാൻ പാടില്ല എന്ന്? നല്ലോണം അറിയാം. എന്നിട്ടും അങ്ങ് ആ പാമ്പിനെ കഴുത്തിലിട്ടിട്ടില്ലേ? അതാ കാരണം. അതിൻ്റെ കാരണമൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം ചില സമയത്ത്
ഇവരൊക്കെ നമ്മളെ സ്വാധീനിക്കും. ചന്ദ്രനും സൂര്യനൊക്കെ. ചന്ദ്രൻ നമ്മുടെ മനസ്സിനെയാണ് സ്വാധീനിക്കുക. ഈ ചില ആൾക്കാർക്ക് ഈ ചില വെള്ളിയാഴ്ചയൊക്കെ ഇളകണത് കണ്ടില്ലേ ഞങ്ങൾ? ഇളകുക എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ഇവിടെ എന്താ പറയുക എനിക്കറിയില്ല. തുള്ളും. ചില പ്രത്യേക വെള്ളിയാഴ്ച ചില അങ്ങനെയുള്ള ദിവസമൊക്കെ ചില ആൾക്കാർക്ക് ഒരിളക്കം വരും. ഇളക്കം വന്നിട്ട് അവർ മറ്റൊരാളായിട്ട് അഭിനയിക്കും. എന്താ പറഞ്ഞാൽ മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പോൾ അയാൾ വേറൊരാളായിട്ട് മാറും. അത് മിക്കവാറും ഈ ചില പ്രത്യേക അമാവാസി അല്ലെങ്കിൽ ചില വെള്ളിയാഴ്ച അതിലെ പ്രത്യേക ദിവസങ്ങളിലാണ് വരിക. എന്നിട്ട് പിന്നെ അയാൾ മറ്റൊരാളായിട്ട് മാറും. അയാൾ സംസാരിക്കും പോലെ സംസാരിക്കും. അങ്ങനെ അത് ഞാൻ ഇപ്പം പറയുന്നത് മനോരോഗം എന്ന് പറയുന്നൊരു വലിയ വിഷയത്തെപ്പറ്റി ഞാൻ പറയുന്നു. അപ്പോൾ അതൊക്കെ ഈ ചന്ദ്രൻ കാരണമാണ്. ചന്ദ്രനാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്? മനോരോഗങ്ങൾ ഉണ്ടാക്കുന്നയാൾ ചന്ദ്രനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ഈ തിഥികളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയണം. എത്ര തിഥിയുണ്ട് നമുക്ക് അറിയില്ല. തിഥി എത്ര ഉണ്ട്? എന്താ മിണ്ടാണ്ടിരിക്കണ? തിഥി എന്ന് കേട്ടില്ല? തിഥി എത്ര തിഥിയുണ്ട്? ഗുരുവായൂരപ്പൻ മിണ്ടാണ്ടിരിക്കല്ലോ, വേം പറയൂ. ഇതൊക്കെ ബാലപാഠങ്ങളാണല്ലേ. എത്ര തിഥിയുണ്ട്? ആരും മിണ്ടല്ലോ. എത്ര തിഥിയുണ്ട്? കഷ്ടമാണല്ലോ. അപ്പം ഞാൻ എണ്ണിത്തരാം. അല്ല, നിങ്ങൾ എണ്ണിക്കോളൂ, ഞാൻ പറയാം. പ്രഥമ എണ്ണണേ. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ഠി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി. ഇനിയുണ്ടോ? അടുത്തത് വാവ. അടുത്തത് വാവയല്ല, വാവ് അല്ലേ? അപ്പം എത്ര എണ്ണമായി? 15 എണ്ണ. ഇത് കണ്ടിട്ടില്ല? ഞങ്ങൾ പറഞ്ഞായിരുന്നു തിരുമേനി കേൾക്കാഞ്ഞിട്ടാണ്. ഇത്രയും ദൂരെ ഇരുന്നാൽ കേൾക്കുമോ? നിങ്ങൾ ഇത്രയും ദൂരെ ഇരുന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കുമോ? നിങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ കലണ്ടറിൽ ഇത് മുഴുവൻ തെറ്റിച്ചാണ് എഴുതുക. നമ്മുടെ കലണ്ടറുകളിൽ ഇപ്പോൾ പുതിയ കലണ്ടർ വന്ന് നമ്മളെല്ലാവരും ജനുവരി 1 നിൽക്കുകയാണ്. ഞാൻ നോക്കിയ കലണ്ടറിൽ അധികം ഒരു തെറ്റിച്ചിട്ടാണ് എഴുതുക. പ്രഥമ നീട്ടി പറയണം. പക്ഷേ അതിനകത്ത് ഹ്രസ്വമായിട്ടാണ് എഴുതിയിട്ടുണ്ടാവും. ദ്വിതീയ നീട്ടി പറയണം. ദ്വിതീയ എന്ന് പോരാ, ദ്വിതീയ അല്ലേ? പഞ്ചമി എന്ന് പറഞ്ഞാൽ പോരാ, എന്ത് പറയണം? നീട്ടി പറയണം. പഞ്ചമി. അല്ലെങ്കിൽ നമ്മൾ കലണ്ടറിൽ പോയി നോക്കുമ്പോൾ എത്ര അക്ഷരം തെറ്റാ കലണ്ടറിലല്ലേ? അവർ പറയും യാതൊരു തെറ്റുമില്ല, എത്ര കാലം ഇവർ തെറ്റ ആവർത്തിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഷഷ്ഠീർ നീട്ടി പറയണം. ഷഷ്ഠി എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, അങ്ങനെയെല്ലാം നീട്ടി പറയണം. ഏകാദശി. അപ്പോൾ ഇങ്ങനെ ഈ 15 തിഥികളും നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അത് കഴിഞ്ഞാൽ ഒന്നുകിൽ വെളുത്തവാവ് വരും, അല്ലെങ്കിൽ കാരണം ഇത് മുഴുവനും പരീക്ഷത്തിന് പഠിപ്പിച്ചു കൊടുക്കുക ശ്രീശുഖബ്രഹ്മർഷി. ഈ തിഥി ഇക്കാര്യങ്ങൾ മുഴുവനും ശ്രീശുഖബ്രഹ്മർഷി പഞ്ചമസ്കന്ധം പറയുമ്പോൾ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? ഈ പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചന്ദ്രനെപ്പറ്റി അറിയേണ്ട സകല സംഗതികളും പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീശുഖബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ സൂര്യനും ചന്ദ്രനുമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോൾ മനോരോഗങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യുക? ചന്ദ്രനെ പറ്റി നന്നായിട്ട് പഠിക്കുക. ചന്ദ്രൻ നിറയെ അമൃത എന്ന് പറയും. അമൃതമാണ് ചന്ദ്രനിൽ. എന്തുണ്ട്? അമൃതമുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് അമൃതകിരണൻ എന്നൊരു പേരുണ്ട് ചന്ദ്രന്. അപ്പം ഇങ്ങനെ സൂര്യനെ പറ്റി ചന്ദ്രനെ ഇത് പറഞ്ഞാൽ തീരാത്തൊരു വിഷയമാണ്. ഞാൻ ചില സൂചനകൾ തരുന്നു എന്ന് മാത്രം. അതുപോലെ നക്ഷത്രങ്ങൾ ഭാഗവതത്തിൽ പറയുന്നത് 28 നക്ഷത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ 27 എന്നാണ് പറയുക അല്ലേ? അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി. ബാക്കി പറയണ്ട, നിങ്ങൾക്കറിയാം. അങ്ങനെ അശ്വതിയിൽ തുടങ്ങിയാൽ രേവതി വരെ 27 നമുക്കറിയുള്ളൂ. പക്ഷേ ഭാഗവതത്തിൽ 28 പറയുന്നുണ്ട്. 28ാമതൊരു നക്ഷത്രം കൂടി ഉണ്ട് എന്നാണ് ശ്രീശുഖബ്രഹ്മർഷി പറയുന്നത്. അങ്ങനെ ഈ നക്ഷത്രങ്ങളുടെ കാര്യം എങ്ങനെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്, എങ്ങനെയാണ് ഭൂമി തൻ്റെ ഭ്രമണപഥത്തിൽ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, ഇങ്ങനെയുള്ള അതുപോലെ മറ്റുള്ള ഗ്രഹങ്ങളില്ലേ, ബുധൻ, ശുക്രൻ, ഭൂമി കഴിഞ്ഞാൽ പിന്നെ ചൊവ്വ, വ്യാഴം, ശനി, ഇങ്ങനെയുള്ള ഈ ഗ്രഹങ്ങളൊക്കെ സഞ്ചരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശനി എന്ന് പേര് കിട്ടിയത് അയാൾ മന്ദനായതുകൊണ്ടാണ് അത്ര. മന്ദൻ എന്ന് പറഞ്ഞാൽ എന്താ? മെല്ലെയാണ് സഞ്ചരിക്കുക. മെല്ലെ എന്ന് പറഞ്ഞാൽ മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ശനിയുടെ വേഗത കുറവാണ്. അപ്പോൾ അതിനെന്ത് പേരിട്ടു? മന്ദൻ. മന്ദൻ എന്ന് പറഞ്ഞാൽ ആരാ? ശനിയാണ് അല്ലേ? മന്ദൻ ശനി. അത് മെല്ലെ പോളൂ. ശനൈഹി 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 പറഞ്ഞാൽ മെല്ലെ മെല്ലെ പോകുന്നയാൾ. അതുകൊണ്ട് ഈ ശനിക്കൊരു മകനുണ്ട്.
ശനിയുടെ മകനെ മാന്തി എന്നാ പറയുക. എന്താ പറയുക? കേട്ടിട്ടില്ല? ഈ ജ്യോതിഷികളൊക്കെ എപ്പോഴും അവരോരോ അക്ഷരം എഴുതി, കുറേ കള്ളി വരച്ചിട്ട് ഇങ്ങനെ അക്ഷരം എഴുതില്ലേ? ജ്യോതിഷം പഠിച്ചിട്ടുണ്ടോ? അതും പഠിച്ചിട്ടില്ല. രാമായണവും പഠിച്ചില്ല പോട്ടെ, മഹാഭാരതം അതും പഠിച്ചില്ല, ഭാഗവതം അതും പഠിച്ചില്ല. ഞാൻ കുറച്ച് ജ്യോതിഷമെങ്കിലും പഠിക്കരുതോ അല്ലേ? നല്ല രസമാണ് ജ്യോതിഷം പഠിക്കാൻ. ആ ശാസ്ത്രത്തിൻ്റെ പേര് ഹോര എന്നാണ്. എഴുതി വെച്ചോ. നമ്മൾ ഈ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ പേരെന്താണ്? ഹോര എന്നാണ് പേര്. ഹോരാശാസ്ത്രം എന്ന് പറയും. അതിൽ ഏറ്റവും നല്ലൊരു പുസ്തകമാണ് സ്കന്ദഹോര. ഒക്കെ എഴുതി വെച്ചോളൂ, കിട്ടിയാൽ വായിച്ചൂടെ? ഞാൻ പോയാലും നിങ്ങൾക്ക് വായിക്കാമല്ലോ. സ്കന്ദഹോര. ഈ സ്കന്ദഹോരയിലാണ് ഈ ഗ്രഹങ്ങളെ പറ്റിയുള്ള സകല കാര്യങ്ങളും അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് വായിച്ച് പഠിക്കാം. ആർക്കും വായിച്ച് പഠിക്കാം. പരാശരൻ എഴുതിയിട്ടുണ്ട്. പരാശരൻ്റെ ഒരുപാടുണ്ട്. ഹോര എന്നാണ് മൊത്തത്തിൽ പറയും. ഗർഗാചാര്യരെ പറ്റി നമ്മൾ കേൾക്കാൻ പോകാല്ലേ? കൃഷ്ണന് പേരൊക്കെ ഇട്ട ഗർഗാചാര്യർ നല്ല ഒരു ഈ ഹോരാശാസ്ത്രത്തിൽ അഗാധമായ അറിവുള്ള ആളായിരുന്നു. ആര്? ഗർഗാചാര്യൻ. ഗർഗൻ പേരിട്ടു എന്നൊക്കെ കേട്ടില്ലേ ഭഗവാന്? അപ്പം ഇങ്ങനെ നിരവധി ആചാര്യന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഈ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ്. എങ്ങനെയാണ് അവരിതൊക്കെ എഴുതി വെച്ചതെന്ന് ഞാനിങ്ങനെ വായിക്കുമ്പോൾ അങ്ങനെ അത്ഭുതത്തോടെ ഇരുന്നാൽ ഇതൊക്കെ എങ്ങനെയോ ഇങ്ങനെ എഴുതാൻ പറ്റിയതല്ലേ? എനിക്കറിയില്ല എങ്ങനെയാണ് എഴുതിയത്. എത്ര കൃത്യമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും അതിൽ എഴുതി വെച്ചതെന്നറിയോ അല്ലേ? അന്ന് അവർ ഉപകരണങ്ങളൊന്നും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് നമ്മൾ പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഭൂമിയെ പറ്റിയും സൂര്യനെ പറ്റിയും ചന്ദ്രനെ പറ്റിയും മനുഷ്യ ശരീരത്തെ പറ്റിയൊക്കെ ഇന്ന് പഠനങ്ങൾ നടക്കാൻ നമുക്ക് ഒരുപാട് ഉപകരണങ്ങൾ വേണം. പക്ഷേ ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാതെ അവരുടെ സമാധി കൊണ്ടാണ് ഈ അറിവുകളെല്ലാം തന്നെ വാരിയെടുത്ത് ജനങ്ങൾക്ക് ഉപകാരമാവണമെന്ന് കരുതി അനേകം ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചു. പക്ഷെ നമ്മൾ കാണിച്ച തെറ്റെന്താ? നമ്മൾ കാണിച്ച തെറ്റ് ഈ മാതിരി നല്ല 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 ഗ്രന്ഥങ്ങളൊന്നും വായിക്കുന്നുമില്ല, പഠിക്കുന്നുമില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പോലുമില്ല എന്നുള്ളതാണ് ആധുനിക മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം അല്ലേ? നല്ല സാധനമുണ്ടേ അത് എടുക്കണ്ടേ? ഇപ്പം ആരെങ്കിലും പറയുകയാണ് കലഞ്ഞൂർ അമ്പലത്തിൽ രത്നമുണ്ട്, ചാക്കെടുത്ത് പോയി എടുത്തുകൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നെടുത്തുകൊണ്ടുപോവില്ലേ? ഇഷ്ടംപോലെ രത്നങ്ങളുണ്ട്. ആർക്ക് വേണമെങ്കിൽ വന്നിട്ട് ചാക്കിലോ രത്നമാണ്, നല്ല വില പിടിച്ച രത്നം ഉണ്ടെന്നോ ഞങ്ങളെല്ലാവരും വന്ന് എടുത്തുകൊണ്ടുപോവില്ലേ? എടുത്തുകൊണ്ടുപോകും. ഇതുപോലെ നമ്മുടെ ഭാരതത്തിൽ ഇഷ്ടംപോലെ ഗ്രന്ഥതല്ലജങ്ങളുണ്ട്. നല്ല ഗ്രന്ഥത്തിന് എന്താ സംസ്കൃതത്തിൽ പറയുക? ഗ്രന്ഥതല്ലജം എന്നാ പറയുക. എന്താ പറയുക? അത് എഴുതി വെച്ചോളൂ. അത് എഴുതി വയ്ക്കുക. നിങ്ങളൊന്നും ഒന്നും എഴുതി വയ്ക്കണമില്ലേ? ഒന്നുകിൽ മനസ്സിൽ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ നല്ലൊരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. നല്ല ഗ്രന്ഥത്തിന് എന്താ സംസ്കൃതത്തിൽ പറയുക? ഗ്രന്ഥതല്ലജം. തല്ലുമായിട്ടൊരു ബന്ധുവില്ല കേട്ടോ. മലയാളിക്കാകെ തല്ല് ഇപ്പം എവിടെ നോക്കിയാലും തല്ല. വിദ്യാലയങ്ങളിലൊക്കെ തല്ല്, കലാലയങ്ങളിൽ തല്ല്, ഓഫീസുകളിൽ തല്ല്, നിയമസഭയിൽ തല്ല്, പാർലമെൻറ്റിൽ തല്ല്, സകല സ്ഥലത്ത് ഇപ്പം തല്ല. എന്തിനാ തല്ലിടണമെന്ന് എനിക്കറിയില്ല. അപ്പം നല്ലൊരു സംസ്കൃത പദം കേട്ടോളൂ, തല്ലജം. അതിന് തല്ലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പം ഗ്രന്ഥതല്ലജം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വളരെ നല്ല ശാസ്ത്രീയമായിട്ട് എഴുതപ്പെട്ട ഒരു പുസ്തകത്തിനാണ് സംസ്കൃതത്തിൽ എന്താ പറയുക? ഗ്രന്ഥതല്ലജം എന്ന് പറയും. അപ്പം ഇങ്ങനെ ഇഷ്ടം പോലെ വായിച്ചാലും തീരാത്ത അത്ര ഗ്രന്ഥതല്ലജങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ഗ്രന്ഥതല്ലജങ്ങളിലെ ഒരു ഗ്രന്ഥം മാത്രമാണ് നമ്മൾ 7 ദിവസമായിട്ട് ഈ പന്തലിലിരുന്ന് വായിക്കുന്ന ഭാഗവതം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല. ഈ മാതിരി ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് ലക്ഷക്കണക്കിന് കിട്ടാനുണ്ട്. ആ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥം മാത്രമാണ് ഇത് നമ്മൾ ഇത്രയൊക്കെ ഗംഭീരമാണെന്ന് പറയുന്ന ഭാഗവതം. അപ്പം നമ്മുടെ ആയുഷ്കാലം മുഴുവൻ ഇരുന്ന് വായിച്ചാലും പഠിച്ചാലും ഇതൊന്നും തീരാൻ പോലും. അതുകൊണ്ട് നമ്മൾ വായിക്കാണ്ടിരിക്കരുത്. നമുക്ക് ആയുസ്സുള്ള കാലം മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എത്രയോ അറിവുള്ളവരായിരുന്നു പ്രാചീനരായ ഈ മുനിമാർ, ഈ മഹർഷിമാർ
എന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ നമുക്ക് തെറ്റായൊരു ധാരണയുണ്ടല്ലേ. എന്താ നമ്മുടെ തെറ്റായ ധാരണ? അടുത്ത കാലത്ത് നമ്മുടെ സയൻസും ടെക്നോളജിയും ഒക്കെ വികസിച്ചതൊക്കെ ശരിയാണ്. ഐൻസ്റ്റീൻ ഉണ്ടായിരുന്നു, തോമസ് ആൽവാ എഡിസൺ ഉണ്ടായിരുന്നു, ആർക്കിമിഡീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും നിരവധി ശാസ്ത്രജ്ഞന്മാരും ചിന്തകന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. പൈത്തഗോറസ് ഉണ്ടായിരുന്നു, അല്ലേ, നിരവധി പേരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ നമ്മൾ ഈ പഴയ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവരൊക്കെ എത്രയെത്ര അറിവുള്ളവരായിരുന്നു, അല്ലേ, അവർക്ക് എത്ര സ്നേഹമുണ്ടായി. പല ആൾക്കാരും അവരുടെ പേര് പോലും എഴുതി വെച്ചിട്ടില്ല. ചില ഗ്രന്ഥങ്ങളുടെ മുകളിൽ അതാരാണ് എഴുതിയത് എന്ന് പോലും അദ്ദേഹം എഴുതി വെച്ചിട്ടില്ല. ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ കാണാൻ ഒരു ചെറിയൊരു പുസ്തകം എഴുതും, ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ അകത്ത്. ഒരു ചെറിയൊരു പുസ്തകം എഴുതും, വലിയ ചക്ക പോലെ അവനവൻ്റെ പേര്, അഡ്രസ്സ്, അവനവൻ പഠിച്ച സ്കൂളിൻ്റെ പേര്, ഫോൺ നമ്പർ, ഭർത്താവിൻ്റെ ഫോൺ നമ്പർ, മക്കളെ പേര്, മക്കളെ ഫോൺ നമ്പർ, ഇതൊക്കെ എഴുതി വയ്ക്കും. ഈമാതിരി കുറേ പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ആ പുസ്തകത്തിൽ വായിച്ചു നോക്കിയാൽ യാതൊരു കഴമ്പുമില്ലാത്ത പുസ്തകങ്ങൾ 500 ഉറുപ്പ്യക്ക് 400 ഉറുപ്പ്യക്കൊക്കെ വിറ്റ് കാശാക്കി കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. കഷ്ടം തോന്നുന്നു എനിക്ക് കാണുമ്പോൾ. എത്ര പേരാണെന്നറിയോ ഒരു പുസ്തകം എഴുതിയിട്ട് കച്ചവടം ചെയ്യണം. എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു കാമ്പുണ്ടോ? ഒരു കാമ്പോട്ടില്ലേ. പക്ഷെ എഴുതിയ ആൾക്കാരുടെ വിചാരം അങ്ങനെയൊന്നുമല്ല, കേമാണെന്ന് ആ വിചാരമല്ലേ. എന്തൊരു വൃത്തികേടാണ് നമ്മൾ കാണിക്കണം. വൃത്തികേടെന്ന് അതിനെ പറയും. നമുക്ക് കഴിവില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യരുത്. ഈ പഴയ ആൾക്കാർ അങ്ങനെ ആയിരുന്നില്ല. അവർ ഗംഭീരമായ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് അവരുടെ പേര് പോലും അവർ ആ ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടില്ല. അതവർ പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചത്, അല്ലേ. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. നമുക്കങ്ങനെ എങ്ങനെ എഴുതാനുണ്ടെങ്കിൽ നമ്മളത് പൂർണ്ണമായിട്ടും ഒരു സമൂഹത്തിന് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന ഒരു ച്യുതി എന്നാണ് ഞാൻ പറയാം. ധാർമ്മികമായിരിക്കുന്നൊരു ച്യുതിയാണ് നമ്മുടെ നാട്ടിൽ ഈ ഗ്രന്ഥങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഇന്ന് നടക്കുന്നത്. ച്യുതിയാണ്. ച്യുതി പറഞ്ഞാൽ എന്താ? ധാർമ്മികമായ ച്യുതി. ധർമ്മബോധം ആർക്കുമില്ല. അപ്പം നമ്മൾ നല്ലൊരാശയം മനസ്സിലുണ്ടെങ്കിൽ നമ്മളത് പുസ്തകത്തിലാക്കിയിട്ട് അത് എല്ലാവർക്കും വെറുതെ കൊടുക്കുക വേണ്ടത്. അതിനകത്ത് നമ്മൾ പൈസ വാങ്ങുന്നത് ശരിയല്ല, തെറ്റാണ്. ഏതായാലും നിരവധി അറിവുകളുണ്ട്. പഞ്ചമസ്കന്ധം നമ്മൾ വിചാരിക്കണത് നിസ്സാരമല്ല എന്നതിന് ആണ് ഞാൻ ഇത്രയും നേരം പരിശ്രമിച്ചത്. പിന്നീട് അവിടെ പറയുന്നു, ഈ അനന്തൻ എന്ന് പറയുന്ന ഒരു ഈശ്വരനെ പറ്റി പറയുന്നുണ്ട്. ആ അനന്തമൂർത്തി എവിടെയാണ് ചോദിച്ചപ്പോൾ ഭഗവാൻ എവിടെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അനന്തമൂർത്തിയും നാഗങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഈശ്വരനാണ് ആര്? അനന്തൻ. ആ അനന്തമൂർത്തിക്ക് 1000 ഭണങ്ങളുണ്ട് എന്ന് പറയും. 1000 എന്ന് പറഞ്ഞാൽ ഈ കൃത്യം 1000 അല്ല കേട്ടോ. ഇപ്പോൾ 997, 998, 999 വീണ്ടും 1 കൂട്ടിയാൽ 1000 ആവില്ലേ? അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ പറയുക, എണ്ണിയാൽ കണക്കാക്കാൻ കഴിയാത്ത അത്രയും എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഈ 1000 സഹസ്രം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അതിൽ ശീർഷണി ഏകസ്മിന്നേവ ശീർഷണി. ശീർഷ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ശിരസൻ, തല. ഏകസ്മിന്നേവ ശീർഷൻ, അനേകം തലകളിൽ ഏതോ ഒരു തലയിൽ ധ്രിയമാണം സിദ്ധാർത്ഥ ഇവ ലക്ഷ്യതേ. അതായത് ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്, ഈ അനന്തമൂർത്തിക്ക് അനേകം ശിരസ്സുകളുണ്ട്. അതിലേതോ ഒരു ശിരസ്സിൽ